പഠിപ്പിക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകൾ, വളരെ ലളിതമാണ് ആശയം. ജിന്നിനോട് സഹായം തേടി അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണുന്ന നേരത്ത്, കാണുമ്പം മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ ഇതൊക്കെ കാണുന്ന നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ അവർ അല്ലാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു. അത് നോക്കണം, ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം. അത് ശിർക്കല്ല. എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ പിന്നെ വസീലത്തുനിയ ശിർക്ക്, ഹറാം, ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി കെട്ടുകിടന്ന് ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ എന്താ മനസ്സിലാക്കുക? മുജാഹിദുകൾ ഒന്നിച്ചു പറയുന്നു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. എന്നാൽ വിജനമായ സ്ഥലത്ത് ചെന്നാൽ അള്ളാഹു അല്ലാത്തവരോടും സഹായം തേടാം എന്നൊരു കൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. സഹായം തേടാം, അത് ശിർക്കല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാ ഇവിടെ അങ്ങനെ പഠിപ്പിച്ചത്? ഇത് ഈ കഴിഞ്ഞ മാസം തലശ്ശേരിയിൽ നടന്ന ഈ കോക്കസിന്റെ ആദർശ വിശദീകരണത്തിൽ പറഞ്ഞതാണ്. അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ ഈ മിഞ്ഞാന്ന് കടവത്തൂരിൽ വെച്ച് വെല്ലുവിളിച്ചു. അദ്ദേഹം കടവത്തൂരിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിപ്പ് കാണിക്കട്ടെ. ഇങ്ങനെ വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാം, വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞൊരു ക്ലിപ്പ് മടവൂരികൾ എത്രയോ കാലമായി നമ്മൾ വെല്ലുവിളിക്കുന്നതാണ്. അതുവരെ ഇവരെയും വെല്ലുവിളിക്കുന്നു. ഇവർ കാണിക്കട്ടെ. ഇനി സുഹൃത്തുക്കളെ, ഇത് ഈ വിഷയം നമ്മൾ ഒളി കേന്ദ്രങ്ങളിലൂടെയും പാതിരാത്രികളിലും ഇരുന്ന് ആളുകളുടെ മണ്ടയിലേക്ക് രഹസ്യമായി അടിച്ചുകയറ്റുകയാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. കേട്ടോളൂ. മുജാഹിദുകൾ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നു. മുജാഹിദുകളെ സംബന്ധിച്ച് ഇവർ ഈ നാട്ടിൽ മുഴുവൻ വാർത്ത വരുന്നു. അവർ ജിന്നിനോട് സഹായം തേടുന്നു, ജിന്ന് കൂടുന്നു, അടിച്ചിറക്കുന്നു. ഒരുപാട് മന്ത്രവാദങ്ങളെ സംബന്ധിച്ച് നാം കേൾക്കുന്നു. അപമാനകരമായ ഒട്ടധികം വാർത്തകൾ കൊണ്ട് വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത്. എന്നിട്ടും ചിലരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ഇവിടെ എന്താണ് ഉണ്ടായത്? ആരാണ് ഇവിടെ പറഞ്ഞത്? ആരാണ് ഈ വാദത്തിന്റെ ആളുകൾ? വളരെ നിസ്സാരമായി ഇതിനെ പറയുകയും ഇങ്ങനൊരു വിശദീകരണ യോഗം വെക്കേണ്ട ആവശ്യം എന്താണ്? അതൊന്ന് നിർത്താൻ പറയുമോ? നിർത്തിയാൽ എന്താണ് സംഭവിച്ചത്? ഇടക്കാലത്ത് ഈ വാദങ്ങളെ ശക്തമായി വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ അത് ഈ ആളുകളെ ബോധ്യപ്പെടുത്താൻ, ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ആ വേരുകൾ മുറിച്ചു കളയാൻ, ഇതിനെ സ്വകാര്യമായി പാതിരാത്രികളിലും ഒളിക്കേന്ദ്രങ്ങളിലും വെച്ച് ഈ വികലമായ ഈ ആശയം, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോകുന്ന ഈ ആശയം, ആ ആശയം സ്വകാര്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അത് വേദനിച്ച് അതിന്റെ ആളുകളെ വിളിച്ചു വരുത്തി അവരുമായി ബുദ്ധിപരമായ വൈജ്ഞാനികമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് തെറ്റ് തിരുത്താൻ ഒട്ടേറെ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുകയും അതിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു മുജാഹിദ് കേരളം. ഇത് കേൾക്കുന്ന സാധാരണക്കാരെന്താ വിചാരിക്കുക? ഇവിടെ ഇങ്ങനെ രഹസ്യ കേന്ദ്രങ്ങളിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജിന്നിനോട് സഹായം തേടാമെന്ന് പ്രത്യേകം ക്ലാസ് എടുത്തു കൊടുത്ത് പണ്ട് വളണ്ടിയർ കോറൊക്കെ പ്രവർത്തിച്ചതുപോലെ ഇതിനുള്ളിൽ എന്തോ ഒരു ഗൂഢപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുക. ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയോ? ഇത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് ഇങ്ങനെയുള്ള ഒരാക്ഷേപം ഉന്നയിക്കുന്നത് യാതൊരു തെളിവും ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഇങ്ങനെ ഒളി കേന്ദ്രങ്ങളിലിരുന്ന് പാതിരാത്രികളിൽ ക്ലാസ് കൊടുത്ത് തൗഹീദ് നിന്ന് ശിർക്കിലേക്ക് പോകുന്ന ആശയം പ്രചരിപ്പിക്കുന്നുവെന്നാണ് പാമര ജനങ്ങളെ വിളിച്ചുകൂട്ടി പറയുന്നത്. ഇതൊക്കെ ദഅവത്തിന് വേണ്ടി പിരിച്ചെടുത്ത പൈസ കൊണ്ടായി മീറ്റിംഗ് ഒക്കെ നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആളുകൾ സകാത്തും സദഖയും കൊടുത്ത് ദീനി ദഅവത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസ അതുപയോഗിച്ച് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളാണ് സംഘടനാ ബാനർ ദുരുപയോഗപ്പെടുത്തി ഈ കോക്കസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടു നോക്കൂ. എത്ര ഉത്തരവാദിത്തോടെ അദ്ദേഹം പറഞ്ഞത്.
മുജാഹിദുകൾ ഇവിടെ പരിഹസിക്കപ്പെടുന്നു, അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു. അത് 2002 മുതൽ പറയുന്നതല്ലേ? ഒരു പുതുമയുള്ള കാര്യമാണോ ഇത്? ഇനി അങ്ങനെ പറയുന്നതിന് എന്താ നമ്മൾ മറുപടി കൊടുത്തില്ലേ? പറയുന്നവരെ നമ്മൾ വെല്ലുവിളിച്ചില്ലേ? കൊണ്ടുവാ തെളിവെന്ന് പറഞ്ഞില്ലേ? അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? പിന്നെ മൂപ്പര് പറയാ ജിന്ന് കയറുന്നു, അടിച്ചിറക്കുന്നു, മന്ത്രവാദത്തെ പറ്റി കേൾക്കുന്നു. അതാണ് മൂപ്പരുടെ വിഷയം. മൂപ്പർക്ക് ഇപ്പോഴും ജിന്ന് കയറുന്നു, ശരീരത്തിലേക്ക് പ്രവേശിക്കും, രോഗം ഉണ്ടാകുന്നു, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു സംഘടനയെ പിളർത്തുക ചെയ്യാ. ജിന്ന് കയറുന്നു, അടിച്ചിറക്കുന്നു, മന്ത്രവാദം നടക്കുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇപ്പൊ അതൊരു സർക്കുലർ വന്നിരിക്കുന്നു, കൗൺസിലിംഗ് സെന്ററുകൾ പല സ്ഥലത്തും ഉണ്ടെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ യൂണിറ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടെ എത്തുന്ന രോഗികളുടെ മാനവും പണവും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവാദപ്പെട്ട സംഘടന സർക്കുലർ ഇറക്കുക. അപ്പൊ എന്തൊക്കെ ചില പുകമറകൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തുക, ആ ഒരു ഒളി അജണ്ടയാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത്. ഇദ്ദേഹം എന്താ പ്രസംഗിക്കുന്ന ഓരോ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ഫുൾ ക്ലിപ്പാണ്. അതെല്ലാം ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചിരിക്കുക. ചാലിയത്തൊരു പരിപാടിയിൽ എന്തൊക്കെ ഇയാൾ പറഞ്ഞു അദ്ദേഹത്തിന് അറിയുന്നില്ല. ആരൊക്കെയോ ഏൽപ്പിച്ചതുപോലെ കയറിന്നങ്ങനെ പറയും. എവിടുന്ന് കിട്ടിയ നോട്ടാണ് എന്നറിഞ്ഞുകൂടാ. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഗസ്റ്റ് 22 എന്നെ പുറത്താക്കാൻ തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് തീരുമാനിച്ച് കൗൺസിൽ നടത്തുന്നതിന് മുമ്പായിട്ട് 3 മുഖാമുഖ നാടകം നടത്തിയെന്ന് പറഞ്ഞില്ലേ? അതിൽ എടവണ്ണയിൽ നടന്ന മുഖാമുഖത്തിൽ അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ഒന്നുകിൽ മുവഹിദായി ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ശിർക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ശിർക്ക് ആരോപിച്ച് പുറത്താക്കുന്ന ശൈലിയിൽ, അധികാര സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. കേട്ടോളൂ. നിങ്ങൾ മുവഹിദാവുക, അല്ലെങ്കിൽ ശിർക്ക് സമ്മതിച്ച് ശിർക്കിലേക്ക് പോവുക. ചിലപ്പോ ശിർക്കും, ചിലപ്പോ ശിർക്കല്ലാതെയും, പിന്നെ ശിർക്കും, പിന്നെ ശിർക്കല്ലാതെയും ഉരുണ്ട് വരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കളി നിർത്തിക്കളി. ഇത് മുജാഹിദുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങളും നിങ്ങളും കൂടി ഇതിന്റെ കൂടെ നിന്ന് ഇത് ഉറക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ കാതില് പറഞ്ഞു, സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞു, തെളിവുകൾ കാണിച്ചു തന്നു, നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോ 3 തവണ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് സക്കരിയ സ്വലാഹി തന്നെ ഒപ്പുവെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടോ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് അനുവദനീയമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 2 പണിയും കൂടി ഇനി വേണ്ട, രണ്ടാലൊന്ന് തീരുമാനിച്ചാൽ മതി. ഒന്നുകിൽ തൗഹീദ് സ്വീകരിച്ച് മുജാഹിദായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ശിർക്ക് ബാധിച്ച് ശിർക്കിന്റെ ആളായി മുജാഹിദുകൾക്കെതിരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പ്രചാരണ വേലയുമായി നടക്കുക. രണ്ടും കൂടി ഇനി അവ്യക്തതയ്ക്ക് വേണ്ടി സമ്മതിക്കില്ല, അതെനി നടപ്പാവില്ല എന്ന് തീർത്ത് പറയുകയാണ്. കാരണം മൂപ്പരെ കോക്കസാണല്ലോ ഭരിക്കണത്. ഇങ്ങോട്ട് കേറാൻ അനുവദിക്കൂല, ഇങ്ങോട്ട് വരൂല, തീർത്ത് പറയാണ്. മൂപ്പരെ തറവാട്ട് സ്വത്ത് പോലെയാണ് ഇപ്പൊ സംഘടന. കണ്ടില്ലേ? എന്നെ പുറത്താക്കിയിട്ട് എനിക്ക് വിവരം പോലും അറിയിക്കാതെ, കൗൺസിലിൽ അപ്പീൽ കൊടുക്കാൻ പോലും സൗകര്യം ചെയ്യാതെ മുഖാമുഖം നടത്തുക. അപ്പൊ ഇത് കേട്ട കൗൺസിലർമാരെന്താ വിചാരിക്കുക? ഓ, ഇയാള് പറ്റ ശിർക്കത്തിന് അണിഞ്ഞപ്പോ കൗൺസിലിൽ നമ്മളൊന്നും ചോദിക്കേണ്ട ആവശ്യമല്ല, എന്താണ് ഇത്രയാളായിപ്പോയല്ലോ എന്ന ആളുകളങ്ങ് ധരിച്ചുകൊള്ളും. അതിനുവേണ്ടിയാണ് പാതിരാവിൽ 12:30 മണിക്കാണ് ആ ജാമ്യയുടെ പരിപാവന ക്യാമ്പസിൽ നിന്ന് ഇയാൾ ചീറുന്നത്. കണ്ടോ അയാളുടെ സ്വരം? കണ്ടോ നിങ്ങള്? സക്കരിയ സലാഹി ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഒപ്പുവെച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടോ പിന്നെ പുറത്തിറങ്ങി അത് അനുവദനീയമാണെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നു. പച്ച നുണ. തെളിയിക്കട്ടെ ഇയാള്. ഞാൻ എവിടെയാണ് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞത്? ഭൗതികമോ അഭൗതികമോ, കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ ഒന്നും ഒരു ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. റസൂലോ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ല. അത് ശിർക്കിലേക്കുള്ള മാർഗമാണ്, അതുകൊണ്ട് അത് ഹറാമുമാണ്. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒന്നും ചോദിക്കാൻ പാടില്ല. പാടുണ്ടെന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. പച്ചക്കളവ് പാമര ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാ. തെളിയിക്കാൻ സാധിക്കും. ഞാൻ എത്ര സ്ഥലത്ത് ഈ ക്ലിപ്പിട്ട് ചോദിച്ചു. ഇവിടെ വന്നല്ലോ 3 സംഘത്തിലെ 2 ആള് അല്ലേ? സാധിച്ചു അവർക്ക് തെളിയിക്കാൻ? സക്കരിയ സലാഹി ഒപ്പിട്ട് തരികയും പിന്നെ അതിനെതിരിൽ അനുവദനീയമാണെന്ന് പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്നു.
എന്നിട്ടോ 6 മാസം ഞാൻ പുറത്താ. എന്നിട്ട് പറയാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിൽ ഞാൻ മിണ്ടാണ്ട് വീട്ടിലിരിക്കുക, വെറും ഒരു ഖുതുബക്ക് മാത്രം പോയിട്ട് അപ്പോഴായി പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും വാസ്തവത്തിൽ ദീനീ പ്രവർത്തനമാണ് എന്ന് നിങ്ങൾ കരുതേണ്ട. ഇതെല്ലാം ചില പൊളിറ്റിക്സ് ആണ്. സംഘടന വളർന്നു, സംഘടന സ്ഥാനമാനങ്ങൾക്കൊക്കെ രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെ പേരും ജോലിയും ഒക്കെ ആയപ്പോ അതിൽ കയറി കുത്തിരിക്കാനും അതിന്റെ കസാല ഉപദ്രവമാക്കാനും വേണ്ടി ഉള്ള കളികളാണിത്. അതിന് ജിന്നും സിഗറും പാപപ്പെട്ടവരെ മുമ്പിലും എടുത്തിട്ട് ഒരു മറയായി മാത്രം അതിനെ കാണുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എന്താ വാസ്തവം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 ഉണ്ടായ പിളർപ്പോടുകൂടി കുറെ ആളുകൾ ഇതിൽ നിന്ന് പോയി. അവർ ആ 2002 മുതൽ 2012 വരെ അവർ പോകുമ്പോൾ പറഞ്ഞത് എന്താ? 2 വ്യത്യസ്ത ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സംഘട്ടനമാണ് സംഘടനക്കകത്ത് നടന്നു വന്നിരുന്നത്. 2 ചിന്താധാര, 2 ചിന്താധാരകൾ, ഒന്ന് സംഘടനയെ മുന്നോട്ട് വലിക്കുന്ന ധാര, ഒന്ന് പിന്നോട്ട് വലിക്കുന്ന ധാര. ആ 2 ധാരയും കൂടി ഒരിക്കലും ഒരു സംഘടനയിൽ യോജിക്കുകയില്ലല്ലോ. അങ്ങനെ അവർ പുറത്തുപോയപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ മുജാഹിദുകളാണ്, ഞങ്ങൾക്കൊരു വ്യതിയാനം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ മുജാഹിദായി അംഗീകരിച്ചാൽ മാത്രം മതി എന്നവർ പറഞ്ഞു. പക്ഷെ അവർ പോയിട്ട് എന്താ ചെയ്തത്? നിങ്ങൾ ശിർക്കിലേക്ക് പോവാണ്, അത് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ ഞങ്ങളെ പുറത്താക്കിയത്. നിങ്ങൾ ജിന്നസേവയും കൂടോത്രവും തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്, അതിന് ഞങ്ങൾ എതിർത്തോണ്ടാ ഞങ്ങളെ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞു അവർ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, 2002 മുതൽ 2012 വരെ മടവൂർ വിഭാഗം പുറത്തിറക്കിയിട്ടുള്ള ശബാബും അത്തൗഹീദും അവരുടെ പ്രസംഗങ്ങളും മാത്രം എടുത്തു നോക്കിയാൽ മതി. അവരും നമ്മളും തമ്മിൽ യോജിക്കാൻ സാധിക്കുകയില്ലേ? ഒരിക്കലും യോജിക്കാത്ത, തികച്ചും പാരലലായി സമാന്തരമായി പോകുന്ന 2 ചിന്താധാരയായിട്ടാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കാം. ഒന്ന് തൗഹീദിന്റെ കാര്യം മാത്രം എടുത്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം, അതിൽ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്, പടച്ചവന്റെ നാമവിശേഷണങ്ങളുടെ ഏകത്വം, പടച്ചവന്റെ ഒരു സിഫത്തിനെയും ഒരു ഇസ്മിനെയും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നതാണ് ലോക സലഫികളുടെ സുചിന്തിതവും സുവ്യക്തവുമായ നിലപാട്. വിവാദങ്ങളില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അള്ളാഹുവിന്റെ നുസൂൽ എന്ന സിഫത്തിനെ വ്യാഖ്യാനിച്ചു അബ്ദുസ്സലാം സുല്ലമി. എന്നിട്ട് അങ്ങനെ ചില സിഫത്തുകളെ വ്യാഖ്യാനിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വാദിച്ചു. ശബാബിൽ ലേഖനം വന്നു. പണ്ട് പേരോട് പറഞ്ഞിരുന്നു, അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തേക്ക് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞ്. അള്ളാഹ് ഇറങ്ങുന്നു അറിയാൻ പാടില്ല, അപ്പൊ അള്ളാഹ്ക്ക് ജഡുണ്ടെന്ന് സങ്കല്പിക്കലാവും അല്ലെ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ഇറങ്ങും, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നേ പറയാവൂ. എന്നിട്ട് മൂപ്പര് കളിയാക്കല്, അള്ളാഹു ഇറങ്ങും പറഞ്ഞപ്പോ ശാസ്ത്രം പഠിച്ചൊരു കുട്ടി ചോദിച്ചു, അല്ല മൗലവി, അമേരിക്കയിലെ രാത്രിയാണോ ഇന്ത്യയിലെ രാത്രിയാണോ? വഹാബി മൗലവി ഉത്തരം മുട്ടി. ചോദിച്ചത് മൂപ്പരനെയാ, ഒരു ശാസ്ത്രം പഠിച്ച കുട്ടിയല്ല. അപ്പൊ മൂപ്പര് പറഞ്ഞെന്താ, ഇന്ത്യയിലൊരു സമയം, അമേരിക്കയിൽ വേറെ സമയം, ആഫ്രിക്കയിൽ വേറെ സമയം, ആസ്ട്രേലിയയിൽ വേറെ സമയം. അങ്ങനെ അല്ല ഇവിടെ ഇറങ്ങി അപ്പുറത്തിറങ്ങി ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് 24 മണിക്കൂർ കഴിയും. അപ്പൊ പിന്നെ അർശിന് മീതെ 7-ാം ആകാശത്തിനപ്പുറത്ത് അവിടെ അർശിലാവുക, അതേസമയം എവിടെയാവുക, രണ്ടും കൂടി എങ്ങനെ നടക്കുക? ഇതേ ചോദ്യം PJ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ബുദ്ധിജീവിയാണെന്നാ വെപ്പ് അല്ലേ? P. ജൈനുൽ ആബിദീൻ എന്നോട് നേരിട്ട് പറഞ്ഞതാ, ആ സിഫത്തിനെ ഞങ്ങൾ വ്യാഖ്യാനിക്കും. അള്ളാഹ്ക്ക് സമയമുണ്ടോ? ഒരു ചെറിയ കോമൺ സെൻസ് ഉള്ളവനറിയാം അള്ളാഹ് സമയങ്ങൾക്ക് അതീതനാണ് അല്ലേ? സമയം എന്ന് പറയുന്നത് ഈ സൂര്യചന്ദ്രന്മാരുടെ, സൂര്യന്റെ അസ്തമയം, ഉദയം, രാവ്, പകൽ, ഇതിന്റെ ബന്ധനത്തിൽ കെട്ടിറങ്ങുന്ന മനുഷ്യന് മാത്രമുള്ളതാണ്. എന്നാൽ ആ സിഫത്തിനെ വ്യാഖ്യാനിച്ചു സലാം സുല്ലമി. അങ്ങനെ സിഫത്തുകളെ വ്യാഖ്യാനിക്കാമെന്നിടത്തേക്ക് എത്തി. പിന്നെ നിങ്ങൾ നോക്ക്, ഖണ്ഡന മണ്ഡനങ്ങളെ എതിർത്തു, വാദപ്രതിവാദങ്ങളെ പുച്ഛിച്ചു, എപ്പോഴും തൗഹീദ് 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 പറഞ്ഞു. എന്നിട്ട് എന്തായി? വർത്തമാനം എന്ന പത്രമിറക്കി, അതുപോലെ തന്നെ ആശയ സമന്വയം ഇറക്കി പണ്ട്. അങ്ങനെ ഒരു സാംസ്കാരിക സംഘടനയായി വളരാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. പോയി ഹദീസുകളോടുള്ളവർ സമീപനം എന്താ? ഓരോ മടവൂരിയും അവന് ബുദ്ധിക്ക് യോജിക്കാത്ത തള്ളിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സലാം സുല്ലമിക്ക് ദഹിച്ചത് പിന്നെ നമ്മളെ ഖത്തറിലുള്ള അബ്ദുറഹ്മാനിക്ക് ദഹിക്കൂല, അയാൾക്ക് ദഹിച്ചത് പലതും പേർക്ക് ദഹിക്കൂല, മടവൂരിന് ദഹിച്ചത് പലതും അഹമ്മദുട്ടിക്ക് ദഹിക്കൂല. അങ്ങനെയാണ് ഓരോരുത്തരും അവനവനനുസരിച്ച് തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ്. മാത്രല്ല, വിശുദ്ധ ഖുർആനോ മുതവാത്തിറായ ഹദീസോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസകാര്യം സ്ഥാപിതമാവുകയുള്ളൂ എന്ന അശ്അരികളുടെ വാദമാണ് അബ്ദുസ്സലാം സുല്ലമിയും ഒരു സംഘവും വെച്ച് പുലർത്തുന്നത്. പക്ഷെ ഹദീസ് സമാഹാരം ഇറക്കിയപ്പോൾ അതിന്റെ അസോസിയേറ്റ് ആഡിറ്റ് പോലും അദ്ദേഹത്തിന് ആദർശം കുത്തിച്ചെലുത്താൻ സാധിച്ചില്ല. NV സക്കരിയയും ചെറിയ മുണ്ടവും അതിനെ എതിർത്തു അത്രേ.
അതുകൊണ്ട് MI സ്വല്ലമിക്കും സലാം സ്വല്ലമിക്കും ആ ആദർശം കുത്തിച്ചെലുത്താൻ സാധിച്ചില്ല. പക്ഷെ ഇന്നും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അത് അച്ചടിച്ചു വരുന്നു. അബ്ദുസ്സലാം സ്വലമി ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പാണ് വാസ്തവത്തിൽ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ തള്ളുക. അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷ എടുത്ത് നോക്കിയാൽ കാണാം, ഇത് ഖബർ വാഹിദാണ്, അതുകൊണ്ട് വിശ്വാസകാരികൾക്ക് പറ്റുകയില്ല. ഇത് ബുദ്ധിപരമായി വിമർശിക്കപ്പെടേണ്ട ഹദീസാണ്, ഇത് ശാസ്ത്രത്തിനെതിരാണ്. ഇങ്ങനെ ഹദീസുകളെ തള്ളിക്കളയുന്ന സ്വഭാവം പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ചേകനൂരിലെത്തി. ചേകനൂർ അകവും പുറവും എന്നൊരു പുസ്തകം ഇപ്പൊ ഇറക്കിയപ്പോ മുജീബുർ റഹ്മാൻ കിനാലൂരയിൽ എഴുതിയതെന്താ? ചേകനൂർ ഒരു പരിഷ്കർത്താവായിരുന്നു എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആ നിലക്കുള്ളൊരു പഠനം നടത്തുമ്പോൾ ഈ മുഖവുര ആവശ്യമാണ്. നവോത്ഥാന നായകന്മാർ പലരും ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ണികളിൽ ഒരാളാണ് ചേകനൂർ. അപ്പൊ ചേകനൂർ നവോത്ഥാന നായകനായി. നോക്കണം നിങ്ങള്, 2 മാസമുള്ള ഇസ്ലാഹിൽ നിങ്ങൾക്ക് അബ്ദുൽ മാലിക് സലഫിയുടെ ലേഖനം കാണാം. ഇസ്ലാം മാസിക ഖണ്ഡസ ലേഖനം കൊടുത്തിരുന്നു, മടവൂരികൾ സെലഫികളോ എന്ന് ചോദിച്ച്. മടവൂരികൾ ചേകനൂരിസത്തിലേക്ക് വ്യക്തമായ തെളിവുകൾ ഉദ്ധരിച്ച് നമ്മളതിൽ പറഞ്ഞിട്ടുള്ള എന്താ? പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ ഒരിക്കലും സലഫ് സാലികളുടെ നിലപാടുകൾക്ക് യോജിക്കാൻ അവർക്ക് കഴിയില്ല. അവർ ശരിയായ മുഅ്തസിലത്തിന്റെയും മറ്റുമൊക്കെ അഹ്ലുസുന്നയിൽ നിന്ന് പഴച്ചുപോയ കക്ഷികളുടെ നിലപാടിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നത് ഒരു വാസ്തവമാണ്. അത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്ന ചർച്ചകൾ, പിളർപ്പിന്റെ കാലത്തുണ്ടായ ചർച്ചകൾ നമുക്കറിയാം. ഇന്നും അവരങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നപ്പോ കോയക്കുട്ടിയും കൂട്ടരും വേറെയാണ്. അവർ വേറെ തന്നെ അൽഫനാർ എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരണം ഇറക്കുന്നുണ്ട്. മാസപ്പിറവിയാണ് തുടങ്ങിയതെങ്കിലും എത്രയോ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ടുള്ള പുതുപുത്തൻ വ്യാഖ്യാനങ്ങൾ, ഖുർആനെ ചമച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ അതിലൊക്കെ അച്ചടിച്ചു വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ വ്യത്യാസം വന്നു, തൗഹീദിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നു. ചേകനൂരിനെ പരിഷ്കർത്താവും മുജദ്ദിദും അതുപോലെ നവോത്ഥാന നായകനുമൊക്കെയായി ചിത്രീകരിക്കുന്നിടത്ത് വരെ അവർ പ്രമാണങ്ങളുടെ സമീപനത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, മടവൂരികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ എത്ര അഹ്ലുസുന്നത്ത് അംഗീകരിക്കുന്ന സംഭവങ്ങളെ നിഷേധിച്ചത്. ഇസ്രാ മിഅ്റാജ് അത് വെറും സ്വപ്നമാണെന്ന് പറഞ്ഞു. ചന്ദ്രൻ പിളർന്ന സംഭവം അത് യഥാർത്ഥത്തിൽ പിളർന്നിട്ടില്ല, അവസാന കാലത്ത് പിളരും എന്നാണ് അതിന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ കാലത്ത് പിളരുകയും റസൂൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പിളർന്ന 2 കഷ്ടത്തിനിടയിലൂടെ ഞങ്ങൾ ഹിറാമല കണ്ടു എന്നുവരെ നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. ചന്ദ്രൻ പിളർന്ന സംഭവത്തെ നിഷേധിച്ചു. ദജ്ജാലിനെ പറ്റി പറഞ്ഞതെന്താ? അവസാന കാലത്ത് മാത്രം വരുന്നൊരു വ്യക്തിയല്ല ദജ്ജാൽ. സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും പറയുന്ന പൊതുപേരാണ് ദജ്ജാൽ. അപ്പൊ പിന്നെ മസീഹ് ദജ്ജാൽ എന്ന് രക്ഷ തേടുന്ന എന്താ? സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. അപ്പൊ അവസാന കാലത്ത് വരുന്ന ദജ്ജാലിനെ നിഷേധിച്ചു. ദജ്ജാലിന്റെ ഹദീസുകളെ തള്ളിക്കളഞ്ഞു. ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട പലതിനെയും തള്ളിക്കളഞ്ഞു. ഖബർ വാഹിദ് കൊണ്ട് അഖീദ സ്ഥിരപ്പെടൂ എന്ന് വന്നാൽ 40ഓളം വിഷയങ്ങൾ സലഫി പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സലഫി ഉലമാക്കളൊക്കെ പറഞ്ഞതെന്താ? ഒരു ഹദീസ് അത് സ്വഹീഹായാൽ മതി, അത് മുത്തവാത്തിറാകണമെന്നില്ല. മുത്തവാത്തിറിന് താഴെയുള്ള ഖബർ വാഹിദ് ആയാൽ പോലും ഹദീസ് സ്വഹീഹാണെങ്കിൽ അതുകൊണ്ട് അഖീദ സ്ഥിരപ്പെടും. അഹ്കാമുകൾ സ്ഥിരപ്പെടുന്നത് പോലെ, ഫളായിലുകൾ സ്ഥിരപ്പെടുന്നത് പോലെ എന്ത് സ്ഥിരപ്പെടും? ഈ പറഞ്ഞ അഖീദയും സ്ഥിരപ്പെടുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസപരമായി അവർ പ്രമാണങ്ങളുടെ സമീപനത്തിലും അവർ വലിയ വിദൂരം പോയി കഴിഞ്ഞിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനവുമായി യോജിക്കാൻ കഴിയാത്തവണ്ണം പോയി. പക്ഷെ ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ധാരണ, ഇനി അങ്ങ് യോജിച്ചാൽ എന്താ? മടവൂരികൾ പറഞ്ഞ പലതും നമ്മൾ അംഗീകരിച്ചു എന്നല്ലോ. അവർ ശിർക്കാണ് ശിർക്കാണ് ശിർക്കാണെന്ന് പറഞ്ഞത് 5 കൊല്ലം എതിർത്തു. ഇപ്പൊ അവർ പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്തിയല്ലോ എന്ന് ചില ആളുകൾ. അത് ഈ മൂവർ സംഘം മാത്രമേ എത്തിയിട്ടുള്ളൂ, മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം അത് അംഗീകരിക്കുകയില്ല. ഈ പ്രതിസന്ധിയെ ഇൻഷാ അല്ലാഹ് മറികടക്കുകയും ഈ മൂവർ സംഘം ഇതിന്ന് പുറത്തു പോവുകയും ചെയ്യും. അത് ഈ വിശദീകരണം താഴെ തലങ്ങളിലേക്ക് എത്തുന്നതോടെ ഇപ്പൊ ജില്ലാ വിശദീകരണം അവിടെ കഴിയാൻ പോവാണ്. ഇനി മണ്ഡലം യൂണിറ്റ് ഒക്കെ വരുമ്പോഴത്തേന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് എണ്ണയിൽ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇന്ന് ചാടും. അപ്പൊ പിന്നെ നമുക്ക് സമസ്തക്കാരെ നേരിടുന്ന പോലെ ഇൻഷാ അല്ലാഹ് അവരെ നേരിടാം എന്നിടത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാദപ്രതിവാദത്തിന് വെല്ലുവിളി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വാദപ്രതിവാദം നമ്മൾ ഏറ്റെടുക്കുന്നു, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ വാദപ്രതിവാദം നടത്തുന്നത് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചാകാം. അങ്ങനെ ക്ഷണം വന്നിട്ടുണ്ടല്ലോ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ മുഴുവൻ ഓഫീസുകളിലും നമ്മളെ പരിചയപ്പെടുത്തിയ ആളുകൾ പറയലെന്നെ സൗദി KNM പ്രസിഡന്റ് എന്ന അദ്ദേഹത്തെ കുറിച്ച്. കാരണം അത്രമാത്രം KNMന് വേണ്ടി എല്ലാ ഓഫീസുകളിലും കയറി ചെന്ന്, മന്ത്രിതലങ്ങളിൽ കയറി ചെന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരാളാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ മുഴുവൻ ഇസ്ലാഹി സെന്ററുകളുടെയും മേൽനോട്ടക്കാരനായി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മുശ്രിഫാണ് അദ്ദേഹം.
അദ്ദേഹം കഴിഞ്ഞ നേതാക്കന്മാർ ഈ മാസങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ചപ്പോൾ അവർ കൊടുത്ത കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ വാദപ്രതിവാദം നടത്തും, ഈ വിഷയം ചർച്ച ചെയ്ത് കണ്ട് പരസ്പരം അകലേണ്ടതില്ല, നിങ്ങൾ സൗദി പണ്ഡിതന്മാരുടെ മുമ്പിലേക്ക് വരണം. കേന്ദ്രം ഒരു കത്ത് ഔദ്യോഗികമായി അയച്ചാൽ നമ്മുടെ ഔഖാഫ് മന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാ ചെലവും വഹിക്കാൻ അവർ തയ്യാറാണ്. ആയിക്കോട്ടെ, അവരെ മുമ്പിൽ വെച്ച് നമുക്ക് സംവാദം നടത്താം. കാരണം ഇവിടെ ഇതിന് മധ്യസ്ഥം വഹിക്കാൻ പറ്റുകയില്ല. ഇപ്പോ മനസ്സംസ്കാരം കൂട്ടരും ചോദിക്കാണ്, അവർക്ക് ഇങ്ങോട്ട് വന്നൂടെ, എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകണം? അങ്ങോട്ട് കൊണ്ടുവന്നോളി, KNMന്റെ ചെലവിൽ അവരിങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല, ഇവിടെ വെച്ച് നടത്താം നമുക്ക്. ഏതായിരുന്നാലും നാണിയാജി നാമന്തളി മധ്യസ്ഥനായിട്ടുള്ള ആജാതിവാദ പ്രതിവാദം ഏതായാലും നമുക്ക് ഇപ്പൊ നടത്താൻ കഴിയില്ല. പിന്നെ ഒരു കൊല്ലമായി ഇവർ വിശദീകരിക്കാൻ തുടങ്ങിയിട്ട്. ഇവരുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ നിരവധിയാണ്. അത് താഴെ തലം വരെ വിശദീകരിച്ച് ആളുകൾ ആശയക്കുഴപ്പം തീരണം. എവിടെയൊക്കെ അനസും ഹനീഫയും ഈ മൂവർ സംഘവും പ്രസംഗിച്ചിട്ടുണ്ടോ, വിശദീകരിച്ചിട്ടുണ്ടോ, 3-4 തവണയൊക്കെ കണ്ണൂരൊക്കെ വിശദീകരിച്ച്, അവിടെയൊക്കെ നമുക്ക് താഴെ തലം വരെ വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാവുന്നതാണ് വാദപ്രതിവാദത്തെ പറ്റി. ഇതൊക്കെ ഖുറാഫികളെ തന്ത്ര. നമ്മളൊരു പ്രദേശത്ത് ചെന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിക്കും. അത് ആളുകളെ ശ്രദ്ധ തിരിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ പിന്നെ ചിലർ ചോദിക്കാണ്, പിന്നെ എന്തിനാപ്പോ അറബികളെ നമ്മൾ ഇടപെടുത്തുന്നത്? നമ്മുടെ കാര്യമൊക്കെ അറബികളാണോ തീരുമാനിക്കൽ? സംഘടനാ പ്രശ്നം ഉണ്ടായപ്പോ ഹുസൈൻ മടവൂരിനെ സംഘടനയിൽ എടുക്കണോ വേണ്ടേ എന്ന ചർച്ച വന്നപ്പോ നമ്മൾ അവരെ കത്തിന് കാത്തുനിന്നു. എന്താ കാരണം? അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യതിയാനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവർ നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ കൂടി അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ഈ ഹുസൈൻ മടവൂരിലൂടെ വരേണ്ടത് എന്ന് തീരുമാനിച്ചത്. പല വിഷയങ്ങളും അവർ ചർച്ച ചെയ്ത് നമ്മളെ തീരുമാനങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് വാദപ്രതിവാദ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ രൂപത്തിലാണ് അത് നടക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് നടക്കും. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ ശിർക്കാരോപണത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഹദീസ് നിഷേധം മടവൂരികളുടേതുപോലെ കൊണ്ടു നടക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിൽ അവർക്ക് തലവെക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ അബ്ദുറഹ്മാൻ സലഫി ഹദീസ് നിഷേധികളെ മുഴുവൻ നേതൃത്വം ഏറ്റെടുത്തു. സംഘടനാ ചാനലുകളിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ഓരോന്നോരോന്ന് തലവെക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച വിചിന്തനം എടുത്തു നോക്കിയാലും കാണാം, CD ടവർ പ്രഭാഷണം നിയമത്തുള്ള ഫാറൂഖി. അയാളുടെ കാസറ്റ് കൊണ്ട് മുജാഹിദുകൾ ലോകത്തുടനീളം അപമാനിക്കപ്പെട്ടു. താടിയെ പരിഹസിച്ച, വസ്ത്രം കയറ്റിയെടുക്കുന്നതിനെ പരിഹസിച്ച്, സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ പരിഹസിച്ച്, അങ്ങനെ എല്ലാം ഉലുവാണ്, അതിര് കവിയലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അയാളുടെ ക്ലിപ്പിംഗ്. അത് എവിടെ വെച്ച് നടന്ന പരിപാടിയാ? CD ടവർ നമ്മുടെ ആസ്ഥാനത്ത് വെച്ച് നടന്ന പരിപാടിയാണ്. അയാൾക്കൊരു ഷോക്കോസ് നോട്ടീസും ഇല്ല, പുറത്താക്കലും ഇല്ല, ശാസനയില്ല, ഒന്നും. അയാൾ സുഖമായി വിലസി നടക്കുക. കാരണം അയാൾ സലഫിന്റെ ആളാ, അബ്ദുറഹ്മാൻ സലഫിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, കോക്കസിന്റെ അവിടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. ഒരു പ്രശ്നമല്ല. അയാൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ താടിയെ സംബന്ധിച്ച് പറഞ്ഞത്. വേറൊരു കൂട്ടാൾക്കാര് താടിയാകുന്ന സുന്നത്തിനെ ഫർളാക്കി. താടി വെക്കൽ നിർബന്ധാണ് എന്ന് മാത്രമല്ല, അതിന്മേൽ ബ്ലേഡോ കത്തിയോ തൊടാൻ പാടില്ല ഒരു സുന്നത്തുമേലേ. പിന്നെ പറയാണ് താടി വെക്കാത്ത മുസ്ലിം അല്ല. തീവ്രതയിലേക്ക് പോവുക. പിന്നെ താടി വെക്കാത്തവനെ കണ്ടാൽ ഇങ്ങനെ നോക്കുക. ഒരു ഫറളായ സംഗതി ഒഴിവാക്കിയ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ പെരുമാറുക. ഇത് രണ്ടും ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നാമത്തവൻ അതിന് വളരെ ലാഘവത്തോടു കൂടിയിട്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മുഖത്തിന് അഴകാണെങ്കിൽ വെച്ചാൽ ഇല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. താടി സുന്നത്താന്നാ. സുന്നത്തുപോലെ നിന്നാ മതി. അവിടെ നിന്നില്ല, തക്കവ അങ്ങോട്ട് മൂത്തിട്ട് എന്തായി, അതിനെ ഫറളാക്കി താടി വെക്കൽ. എന്നാ ഫറളാക്കിയ താടി ഏതെങ്കിലും താടി പോരാ, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന്. അതിമ തൊടാൻ പാടില്ല കത്തിയോണ്ടെന്ന്. അപ്പൊ എന്തായി, ഒരു വളരെ പ്രബലമായ ഒരു ഫറളായി മാറിയത്. പിന്നെങ്ങനെ നോക്കിയിട്ട് താടി വെക്കാത്തവൻ മുസ്ലിം അല്ല എന്നതിലേക്ക് എത്തി. ഇതാണ് ഒലുവുൻ ഫിൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. തജാവുസുൽ ഹദ്, അതിർത്തി വിട്ടുകടന്നു പോവുക. അതിർത്തി, മതം എന്ന് പറഞ്ഞാൽ മിതമാണ്. മതം വളരെ എളുപ്പവുമാണ്. പക്ഷെ ഈ തീവ്രത കാണുമ്പം കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുക. അതിപ്പോ ഞാൻ MSMലേക്ക് വന്നാല്, ISMൽ വന്നാല്, പിന്നെ ഈ കോഴ്സിലൊക്കെ ഞാനും നടക്കണ്ടേ? എടങ്ങേറാണത്. എടങ്ങേറായി തോന്നും. മതം എളുപ്പമെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അദ്ദീനു യുസ്റുൻ, മതം വളരെ എളുപ്പമാണ്. കൊണ്ടു നടക്കാനും ചെയ്യാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും ഒക്കെ ഇത്ര എളുപ്പമുള്ളൊരു സംഗതി വേറല്ല. അതുകൊണ്ട് പറഞ്ഞ് ബേജാറാക്കിയിട്ട് ഇതിക്ക് വന്നാൽ അങ്ങനെ ഒന്നും എന്നോട് കഴിയൂല, അതുകൊണ്ട് കുറച്ചുകൂടി കാലം കഴിയട്ടെ
എന്ന അവസ്ഥയിലേക്ക് മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുക. മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുകയാണ്. എന്ത്? താടി വളർത്തണം, വസ്ത്രം കയറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മനം മടുപ്പിച്ച് പിന്നോട്ട് വലിക്കുകയാണ്. അപ്പൊ എന്താണ്? വെക്കണം വെച്ചോട്ടെ, താടി വെക്കണം വെച്ചോട്ടെ, അല്ലേ വെക്കണ്ട, താത്തിനോട് കാര്യം നിങ്ങൾ എന്തിനാ പറയാൻ പോണേ? ഇതന്നെയല്ലേ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒക്കെ നയം. പിന്നെ എന്തിനാ ഇപ്പൊ നമ്മൾ വേറെ പോകുന്നത്? അല്ലേ? ഇത് ഇങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് ഇപ്പോ സംഘടനയിൽ. അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. ക്ലീൻ ഷേവ്, നേരം വെളുത്ത അവർക്ക് ഷേവ് ചെയ്യാതെ പറ്റൂല. അവർക്ക് നിത്യം ഷേവ് ചെയ്യണം. താടി വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അവർ നേരെ കുരച്ചു ചാടും. നിങ്ങൾ നോക്കി ഈ പുസ്തകം, താടി വളർത്തുക, പ്രവാചക മാതൃക സ്വീകരിക്കുക. ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായ മുഹിയുദ്ദീൻ മദനി അന്ന് കഴിഞ്ഞൂറി ഇവിടെ വന്നിട്ട് പിന്നെ നമ്മളെ സലഫി സെന്റർ പ്രസംഗിച്ചില്ലേ, സൗദി അറേബ്യയെക്കാളും വലിയ പണ്ഡിതന്മാര് കേരളത്തിലുണ്ട്, ഓർമ്മല്ലേ അയാള്? അയാളും അതുപോലെ അബൂബക്കർ ഫാറൂഖി എന്ന് പറഞ്ഞ ദുബായ് ഇസ്ലാഹി സെന്ററിന്റെ ഒരു നേതാവായിരുന്നു. അത് ഇപ്പൊ നാട്ടിലുണ്ട്. അവരിറക്കിയ പുസ്തകമാണ്, 87 ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടോളൂ, താടി വെക്കലിപ്പോ താടി വടിക്കുന്നത് ഹറാമാണ് എന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ്, താടി സുന്നത്താണ്, നമ്മളതിനെ ഫറലാക്കി എന്നൊക്കെയാണ് ഇദ്ദേഹം ആക്ഷേപിച്ചത്. ഇതെല്ലാം മടവൂരികളുടെ തനിച്ച ആക്ഷേപമാണ്. ആ ആക്ഷേപം അങ്ങനെ തന്നെ കടമെടുത്തിരിക്കുകയാണ്. താടി വടിച്ചവൻ, താടി വളർത്താത്തവൻ മുസ്ലിമല്ല എന്ന് പറയുന്ന AP വിഭാഗം മുജാഹിദുകളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ അറിയിപ്പ് എന്ന പോസ്റ്റർ ഇറക്കിയവരാ മടവൂരികൾ. അവരതേ വാദം. നിങ്ങൾ നോക്കി, ഈ പുസ്തകത്തിൽ ഹദീസുകൾ ധാരാളം എടുത്ത് ഉദ്ധരിച്ച ശേഷം പറയാണ്, മേൽ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ല പറയുകയാണ്, താടി രോമം വടിക്കുന്നത് ഹറാമാണ്. ഇമാം ഖുർത്തുബി പറയുന്നു, അത് വടിക്കുന്നതോ വെട്ടുന്നതോ പറിക്കുന്നതോ അനുവദനീയമല്ല. ഇമാം ഇബ്നു ഹസം പറയുന്നു, മീശ വെട്ടുന്നതും താടി വളർത്തുന്നതും ഇജ്മാ ആണ്. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, താടി വടിക്കുന്നത് നിഷിദ്ധമാണ്. 4 മദ്ഹബിലെയും അഭിപ്രായങ്ങൾ ഇതിലെടുത്തു കൊടുത്തിട്ടുണ്ട്. 4 മദ്ഹബിലും താടി വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 4 മദ്ഹബിലും എടുത്തു കൊടുത്തതിന് ശേഷം, ഞാൻ വായിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്, മറ്റു പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് പറയാണ്, താടി വടിക്കുന്നത് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഹറാമാണ്, ന്യൂനപക്ഷത്തിന്റെ അടുക്കൽ കറാഹത്തും. ഇത് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ്. KP മുഹമ്മദ് മൗലവിയും ഉമർ മൗലവിയും ഒക്കെ വലിയ താടിയുള്ളവരായിരുന്നു. അവരതിന്മേൽ തൊടാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. മീശ വെട്ടുക, താടി അങ്ങനെ വളർന്നു കൊള്ളട്ടെ എന്നാണ്. അതാണ് ഭൂരിഭാഗം സലഫി പണ്ഡിതന്മാരും സൗദി അറേബ്യയിലൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ഒരു പിടി കഴിച്ചിട്ട് ബാക്കി വെട്ടിയെടുക്കാമെന്ന് നാസറുദ്ദീൻ അൽബാനി പോലുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇവർ 3 പേരും താടിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാ. അവര് 3ഉം ഒരു ഖബലത്ത് കഴിച്ചിട്ടുള്ളത് വെട്ടിയെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ താടിയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ തന്നെ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഒരു പിടി നിർത്തിക്കൊണ്ട് ബാക്കിയെടുക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, താടി വളർത്താതിരിക്കുന്നതും അതുപോലെ താടി നീട്ടി വളർത്തുന്നതും ഒരുപോലെ ഗുലുവാണെന്നാ പറഞ്ഞത്. ശൈത്താനിയത്താണ്. താടി ഇങ്ങോട്ട് നീണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ അത് ശൈത്താനിയത്താണ്. ആരെപ്പ ഇയാൾ ശൈത്താനാക്കിയത്? ഞാനൊരിക്കൽ ഈ 3 സഹാബിമാരിങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ എന്ന് ഉമർ മൗലവി റഹിമഹുല്ലയുടെ അദ്ദേഹത്തിന് വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോ അവരെ ആരെയും അല്ല റസൂലാക്കിയിട്ടില്ല, റസൂല് മുറിച്ചങ്ങ് കൊണ്ടുപോകാന്ന് എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്, അങ്ങനെയാണ് ഉമർ മൗലിയൊക്കെ മനസ്സിലാക്കിയിരുന്നത്, KP അങ്ങനെ മനസ്സിലാക്കിയിരുന്നത്, അങ്ങനെയാണ് KM മൗലവി മനസ്സിലാക്കിയിരുന്നത്. 1959 KM മൗലവി ഹജ്ജിന് പോയപ്പോ സൗദി ഗവൺമെന്റിലേക്ക് ഒരു നിവേദനം കൊടുത്തു. നിങ്ങൾ യഥാർത്ഥ സലഫികളാണെന്നും നിങ്ങളുടെ ഭരണമാണ് യഥാർത്ഥ സലഫി ഭരണമെന്നും ഞങ്ങൾ നാട്ടിൽ അഭിമാനിക്കുന്നവരാ. ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ ചില സലൂണുകൾ തുറന്നിട്ടുണ്ടെന്നും അവിടെ താടി പിടിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇവിടുത്തെ പണ്ഡിതന്മാർ മുഴുവനും അത് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. കണ്ടങ്ങള്, അതാണ് സലഫി പാരമ്പര്യം, കേരളത്തിലെ മുജാഹിദ് പാരമ്പര്യം. ഇടക്കാലത്ത് കയറി കൂടിയ ചില ആളുകള് മുജാഹിദ് ആകുന്നത് തന്നെ താടി പഠിക്കാനും തുണി താത്തിരിക്കാനുമാണ്. അങ്ങനെ താളെ ഇനി ഇതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല എന്ന നിലക്കുള്ള ഒരു നവജാഗരണം വന്നു. ചെറുപ്പക്കാരൊക്കെ താടി വളർത്താൻ തുടങ്ങി. അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? ഇയാൾ പറയാ, എഞ്ചിനീയറിംഗ് കോളേജിലും അതുപോലെ തന്നെ ഡോക്ടറേറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികള് കണ്ടില്ലേ നിങ്ങൾ താടിയും വെച്ചിട്ട് ഇടങ്ങേറാണ്, ഞാൻ MSM ആകുന്നില്ല, ഞാൻ ISM ആകുന്നില്ല, തിരിച്ചു പോകുന്നു. ഇയാളെപ്പോലത്തെ ആൾക്ക് ഇതിനോടൊക്കെ പുച്ഛമാണ്. ഇസ്ലാമിന്റെ ചിഹ്നം അഭിമാനത്തോടെ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരായി എന്നുള്ളത്. ആരുടെ മുമ്പിലും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ, എന്നെ കണ്ടാ മുസ്ലിമാണെന്ന് തോന്നണമെന്ന് ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരായി ഇന്ന് വളർന്നു വരുന്നത്. അതാണ് ഇസ്ലാമിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായത്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗകരുടെ നിരന്തരമായ ബോധവൽക്കരണത്തിന്റെ ഫലം ഉണ്ടായതാ. പക്ഷെ ഇയാളെപ്പോലത്തെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫി തന്നെ വന്നാല്
ചില ആളുകളൊക്കെ ചോദിക്കുക, എന്താ മോലി നിങ്ങളെ താടി ഇത്ര ചെറുതായി പോയല്ലോ, നിങ്ങൾ KNM-ന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, KJUന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഞാൻ ധാരാളം വിദേശയാത്ര നടത്തുന്ന ആളാണ്. വിദേശയാത്ര നടത്തുന്ന എത്ര പണ്ഡിതന്മാരുണ്ട് നമുക്ക് ഇല്ലേ? ഹുസൈൻ സലഫി, അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് സ്ഥലം തന്നെയല്ല, മാസത്തിൽ 2 വട്ടം വന്നും പോവുകയും ചെയ്യും അല്ലേ? സുഹൈർ ചുങ്കത്തറ, ഇത്രയും വിദേശയാത്ര. PN അബ്ദുൽ ലത്തീഫ് മദനി, നമ്മുടെ ജമിയത്തിന്റെ പ്രസിഡന്റ് മൊഹിയുദ്ദീൻ ഉമരി, അത് എത്രയോ വർഷം ബഹ്റൈനിലായിരുന്നു. അപ്പൊ അതൊക്കെ സുഹൃത്തുക്കളെ, ഇതിനോടൊക്കെ പുച്ഛമുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. എന്നിട്ടത് ഉലുവാണെന്നാ പറഞ്ഞത്. താടി നീട്ടുന്നത് അതിരുകവിയലാണ്. ആരാ ഇയാൾക്ക് അതിര് പഠിപ്പിച്ചു കൊടുത്തത്? ആരാ നിശ്ചയിച്ച അതിര് അവിടെ വിട്ടത്? ഇയ്യാക്കുമ്പൽ ഉലുവ, നിങ്ങൾ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കണം. കണ്ടോ, ഒരു സുന്നത്തെടുക്കുന്നതിനെ അതിരുകവിയലായി ചിത്രീകരിക്കുക. അതിരുകവിയലാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് എന്നാ റസൂല് പറഞ്ഞത്. അത് കുഫറാണ്. അപ്പൊ താടി വളർത്തുക എന്ന സുന്നത്ത് എന്തായി? കുഫറായി മാറി. ഇങ്ങനത്തെ ആളുകളൊക്കെ പ്രസംഗിക്കാൻ അനുവദിക്കാൻ പറ്റുമോ? ഇപ്പോഴേക്ക് ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇയാളുടെ ക്ലിപ്പുകൾ. ഇനി നോക്കൂ, വസ്ത്രം കയറ്റി കൊടുക്കുന്ന ഒരാൾ പരിഹസിക്കുന്നത് കേട്ടോളൂ. നിരാണ്ട മേപ്പറുണ്ട് കയറ്റിയിട്ട് 3/4 എന്താ പറയല്, ആ നിലക്ക് അവിടെയാണ് മുറിച്ച് നല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ ഈ ഉലുവ് തലയിൽ കയറിയിട്ട് ഓരോരുത്തരും പറഞ്ഞു പേടിപ്പിക്കുക. നിങ്ങളെ കത്തിരി കണ്ടെടുത്തിട്ട് നെരിയാണിന്റെ അവിടെ നിർത്തിയാ പോരെ, അതിന്റെ മേലെ കയറ്റിട്ട് മുറിക്കുക. അപകടമാണ്. നെരിയാണ്ട് അവിടെ നിർത്തിയാ പോരെ, കുറച്ചുകൂടി മേലെ കയറ്റിയ അപകടമാണ്. റസൂല് പറഞ്ഞ ഹദീസ് ഇയാൾക്ക് അറിയോ? റസൂൽ എന്താ പറഞ്ഞത്? ഇസ്റത്തുൽ മുഅ്മിനി ഇലാ നിസ്ഫി സാഖ്, മുഅ്മിനിന്റെ മുണ്ടിന്റെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്, കാൽമുട്ടിന്റെയും നെരിയാണ്ടിയും മധ്യത്തിൽ. വലാ ഹർജ ഫീമാ ബൈനഹു വ ബൈനൽ കഅബൈൻ, അവിടെ മുതൽ നെരിയാണി വരെ കുഴപ്പമില്ല, അത്രയും താഴ്ത്താം. മാ അസ്ഫലൽ കഅബൈൻ, നെരിയാണിക്ക് താഴെ പോയാൽ ഫഹുവ ഫിന്നാർ, അത് നരകത്തിലാണ്. എത്ര സ്ഥലത്ത് ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചോ? ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലാന്നോ, ഇങ്ങനെ ഹദീസ് ഉണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ സഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വിനയമുള്ള ആളായിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പോ വസ്ത്രം അല്പം താഴ്ന്നു പോയിട്ടുണ്ട്. യാ അബ്ദല്ലാ ഇർഫ ഇസാർ, അബ്ദല്ലാ തുണി കയറ്റി കൊടുക്ക്, മുണ്ട് കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം കയറ്റി കൊടുക്കും. ഇസിദ്, കുറച്ചുകൂടി കയറ്റി കൊടുക്ക്. അപ്പൊ കണ്ടു നിന്നൊരാൾ ചോദിച്ചു, എത്ര കയറ്റുണ്ട്? ഇലാ നിസ്ഫി സാഖ്, കണങ്കാലിന്റെ മധ്യം വരെ. അബ്ദുസ്സലാം സുല്ലമിയും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നു ഒക്കെ പറയുന്നെന്താ? അഹങ്കാരമില്ലാത്തവർക്ക് താഴ്ത്തി കൊടുക്കാൻ. എന്താ തെളിവ്? അബൂബക്കർ സിദ്ദീഖിൻ റസൂൽ അങ്ങനത്തെ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താ? വസ്ത്രം അഹങ്കാരത്തോടെ നിലത്ത് വയ്ക്കുന്നവരെ അള്ളാഹു പരലോകത്തൊന്ന് കടാക്ഷിക്കുക പോലുമില്ല, നോക്കുന്നത് പോലുമല്ല എന്ന ഹദീസ് കേട്ട അബൂബക്കർ സിദ്ദീഖ് ബേജാറായി. ഞാൻ അറിയാതെ എന്റെ വസ്ത്രം ചിലപ്പോൾ താഴെ പോകാറുണ്ട്, കുറ്റുണ്ടോന്ന്. അപ്പൊ റസൂൽ പറഞ്ഞു, താങ്കളത് അഹങ്കാരത്തോടെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. ഇവര് മനഃപൂർവ്വം വസ്ത്രം താഴ്ത്തി കൊടുക്കുക എന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് അഹങ്കാരമില്ല. അഹങ്കാരം ഉണ്ടെന്ന് ആരെങ്കിലും സമ്മതിക്കോ? നിങ്ങൾക്ക് അഹങ്കാരം എന്താ വെച്ചാൽ, ഞാൻ വളരെ വിനയുള്ള ആളല്ലേ എന്നാ ഫിറൗൻ വരെ പറയാ. അപ്പൊ ആർക്കും താഴ്ത്തി കൊടുക്കാനല്ലേ? ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾക്കെതിരിൽ സംസാരിച്ചവരാ നമ്മള്. ഇപ്പൊ എന്തായി? ഇപ്പൊ താടിയെ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരാൻ തുടങ്ങി. അൽമനാറിൽ പോലും സുഹൃത്തുക്കളെ ലേഖനം വന്നു. 2012 ജൂണ് സിബുഗത്ത് പാലേമാട് എന്ന ആള് എഴുതിയ ലേഖനത്തിൽ എന്താ ഉള്ളതെന്ന് അറിയങ്ങള്? മുട്ടോളമെത്തുന്ന വസ്ത്രവും വെട്ടിയൊതുക്കാത്ത താടിയും ആരെയും ആകർഷിക്കുന്ന തലപ്പാവും എന്ത് വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറയാനുള്ള തൊലിക്കെട്ടിയും ഉണ്ടായാൽ പണ്ഡിതനായി എന്നാണ് സാധാരണ ജനങ്ങളും ഇത്തരം വേഷധാരികളും ധരിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ വെട്ടിയൊതുക്കാത്ത താടി, ഖുറാഫികൾ അങ്ങനെ പറയല്, മുജാഹിദീങ്ങൾക്ക് മുളച്ചു വന്നതൊക്കെ താടിയാണ്. പരിഹാസം അല്ലേ? ഒരിക്കൽ പേരോട് കണ്ടിട്ടുണ്ട്, കണ്ട ചൂല് പോലെ ഉണ്ട് മൗലവിമാരെ താടി, അടിച്ചു വരാൻ പറ്റുന്നു. പയ്യന്നൂരിൽ വെച്ച് പരിഹസിച്ചത്, ഹുസൈൻ സലഫി നാദാപുരത്ത് വെച്ച് പരിഹസിച്ചത്. എന്നാൽ സുഹൃത്തുക്കളെ, അവിടെ ഇന്നില്ല. 2012 ജൂലൈയിൽ വീണ്ടും എഴുതി, ചില ജാടകളിലാണ് ആധുനികർ ഈമാൻ പരത്തുന്നത്. നീട്ടി വളർത്തി കത്രിക വെക്കാത്ത താടി രോമങ്ങളും നീളം കുപ്പായവും. കണ്ട, ജുബ്ബിടുന്നതിനെ പരിഹസിക്കുക. ജുബ്ബ ഇട്ടാല് ഔറത്തൊക്കെ ശരിക്കും അറിയും. സുജൂദ് ചെയ്യുമ്പോൾ ഈ പൃഷ്ഠഭാഗം ഒന്നും ഇങ്ങനെ തുറച്ചു നിൽക്കൂല. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്, എന്നിട്ട് അതിനെ എതിർക്കുക. കണ്ടോ, നീളം കുപ്പായവും മുട്ടോളമെത്തുന്ന ഉടുതുണിയും ഉണ്ടായാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് പലരും ധരിക്കുന്നു. അപ്പൊ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരെ പരിഹസിക്കുന്ന ലേഖനം അൽമനാറിൽ വരികയാണ്. ഖുർആനും സുന്നത്തും സലഫ് സാലികളുടെ സച്ചരിതവും പ്രചരിപ്പിക്കാൻ എന്ന് തലക്കെട്ടോടെ ഇറക്കുന്ന നമ്മുടെ പത്രത്തിൽ ഇറക്കി. കണ്ടോ? അപ്പൊ ഈ സുന്നത്ത് നിഷേധം ഇപ്പൊ പോയി എവിടെത്തി? പണ്ട് പ്രബോധനക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞതാ. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും
ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്കിന്റെ കൊള്ളിയും ഇവരെ വേർതിരിച്ചു നിർത്തുന്നു. പ്രബോധനം 92 ജൂൺ 27. എത്രയോ സ്റ്റേജുകൾ നമ്മൾ വിമർശിച്ചതാ. ഇപ്പൊ നമ്മുടെ അൽമനാറിൽ തന്നെ അതിന് സമാനമായ ലേഖനങ്ങൾ വരാൻ തുടങ്ങിയെന്നത് വ്യതിയാനം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നോക്കൂ, നിങ്ങൾ സ്ത്രീകൾ മുഖം മറക്കുന്നതിന് ഇയാൾ പരിഹസിക്കുക. മുണ്ടരാളി ഒരു ചങ്ങായി ഞാൻ കല്ലായിക്കാരനാണ്, മറ്റോ പറഞ്ഞാൽ കരിങ്കല്ലായിക്കാരനാണ്. അങ്ങനെ കരിങ്കല്ലായിക്കാരനാണ്ട, കല്ലായിക്കാരനായാൽ മതി. മനസ്സിലായോ? എല്ലാത്തിനും ഒരു പാകുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. പണ്ട് സ്ത്രീകളെ വീടിന്റെ ഉള്ളിലിരുത്തണം എന്ന് പറഞ്ഞ ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് വയലുകൾ നടത്തി, പ്രബോധനം നടത്തി, എന്താക്കിച്ച നമ്മൾ നല്ല വനിതാ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉണ്ടാക്കി നമ്മള് ഇത് വീട്ടിന്റെ ഉള്ളിലിരിക്കണമെന്നേ പറഞ്ഞു. ഇപ്പൊ എന്താ വെച്ചാൽ മൂന്ത വരിഞ്ഞ് കിട്ടുക, പുട്ടുംകുറ്റി വരിഞ്ഞ മാതിരി പെണ്ണുങ്ങളെ മൂന്ത വരിക, ഇങ്ങോട്ട് പുറത്തിറക്കാതെ ഉള്ളിലിരുത്തി പീഡിപ്പിക്കുക. പടച്ചോനെ, ഉലുവാണത്. ഇത് ഐഡന്റിറ്റിയാ, മുഖം നിറഞ്ഞ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ഇപ്പൊ എന്റെ ഭാര്യനായിട്ട് ഇയാളങ്ങോട്ട് പോവുക, ഞാൻ അങ്ങനെ നോക്കി എനിക്കറിയോ, മൂന്ത വരിഞ്ഞ് കിട്ടിയാൽ സുഖമായിട്ട് ഇയാൾ പോലെയും കൊണ്ട് പോവുക. ഇതൊരു മറയായി സ്വീകരിച്ചെന്ന്. ഇന്നാളിപ്പോ കള്ളനെ പിടിച്ചപ്പം ഇവൻ എന്താ ചെയ്തത് വെച്ചാൽ പർദ്ദട്ടാണ് മുഖം മറിച്ചാണ്ടാ പോയത്. ടി വിയിൽ നമ്മൾ കാണണല്ലേ. മുഖം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഐഡന്റിറ്റിയാ. ആ മുഖം മറക്കാതെ ഒരു പെണ്ണങ്ങാനും ഇയാളെ പണി കയറിപ്പോയി, അപ്പൊ എനിക്ക് വിശ്വസിക്കണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെ ഓള് കള്ളെത്തിയാട്ടോ, ഇന്നാളപ്പം പോണേ ഞാൻ കണ്ടേ. ഇത് ഖിയാമത്ത് വരെ പിടുത്തം കിട്ടുമോ? അപ്പൊ റസൂലിനാക്കും അതൊന്നും അറിയില്ല. ഇയാളിപ്പോ റസൂല് ക്ലാസ് എടുത്ത് കൊടുക്കുക. റസൂലിന്റെ ഭാര്യമാര് മുഖം മറച്ചിരുന്നു. സഹാബി വനിതകൾ മിക്കവാറും മുഖം മറച്ചവരായിരുന്നു. മുഖം ഐഡന്റിറ്റിയാണ്. മുഖം വരിഞ്ഞു കെട്ടാൻ പറ്റൂല. പുട്ടും കുറ്റി വരിഞ്ഞു കെട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഈ കുറ്റിപ്പുട്ട് ഉണ്ടാക്കുമ്പോ കലത്തിലെ വെള്ളത്തിന് ആവി പുറത്തു പോയിക്കാൻ വേണ്ടി ഒരു കെട്ട് കെട്ടും പെണ്ണുങ്ങൾ. അതിനോട് പരിഹസിക്കയാള്. ഈ കാലഘട്ടത്തിൽ സ്വന്തം ശരീരഭാഗങ്ങൾ, മാംസളമായ ഭാഗങ്ങൾ മറ്റുള്ളവരെ കാണിച്ച് പ്രദർശിപ്പിച്ച് കൊഞ്ചിക്കുഴഞ്ഞ് കണ്ണിൽ ചൂണ്ടയും മനസ്സിൽ കൊക്കയുമായി നടക്കുന്ന ഈ പെണ്ണുങ്ങൾക്കിടയിൽ എന്റെ ശരീരം ആരും കാണണ്ട, എന്റെ ഒരു മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗം മുഖാണ്, എന്റെ ചുണ്ടും പല്ലും കവിളൊന്നും ഒരു പുരുഷൻ നോക്കണ്ട, ഒരുപാട് പുരുഷന്മാരായിട്ട് ഇടപഴകേണ്ടിൽ നിർബന്ധിതമാകുന്ന ഒരു കാലഘട്ടം അത്. ബസ്സിൽ പോയാലും കോളേജിൽ പോയാലും ആശുപത്രി പോയാലും ഏറ്റവും അന്യ പുരുഷന്മാരെ നേരെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ അവര് കാണാതിരിക്കാൻ ഒരു പെണ്ണെന്ന് മുഖം മറച്ചാൽ അവൾ അഭിനന്ദിക്കല്ലേ വേണ്ടത്? ഇയാൾ പറയാം, ടി വിയിൽ നമ്മൾ കാണുന്നില്ലേ, ടി വിക്ക് നോക്കിയാ പറയാം, കിതാബിക്ക് നോക്കാൻ നടക്കൊക്കെ. ഇത് ടി വി നോക്കി കുത്തിരിക്ക, ഈ മസാലയും നോക്കി കുത്തിരിക്കെ തന്നെ തോന്നുള്ളൂ. മറ്റുള്ളപ്പം പോയാ പെണ്ണ് പോയാ എങ്ങനെ തിരിയാന്ന്. എന്നിട്ട് മലപ്പുറത്ത് ആരും പോണില്ല. പോണ പെണ്ണ് അല്ലാതെ തന്നെ പോകും. മുഖം കെട്ടിയാലും പോകും, കെട്ടിയില്ലെങ്കിലും പോകും. മനസ്സിലായില്ലേ സുഹൃത്തെ? എന്തായി പറഞ്ഞു? മുഖം കെട്ടിയിട്ട് പോയാൽ നമുക്ക് തിരിച്ചറിയില്ല. അപ്പൊ ആദ്യം ഒന്ന് കണ്ടാലല്ലേ ഇപ്പൊ കെട്ടി പോകാൻ പറ്റുള്ളൂ. അപ്പൊ സുഹൃത്തെ, ഇതെല്ലാം ചില യുക്തിവാദങ്ങളാ. ഇത് തനിച്ച മടവൂരികളെ പോലെയുള്ള മതയുക്തിവാദം. ഇയാൾ വളണ്ടിയർക്കോറിന്റെ ആളാണല്ലോ, പിന്നെ ഇങ്ങോട്ട് ചാടിയതാണല്ലോ. പക്ഷെ എപ്പോഴും മനസ്സിന്ന് വളണ്ടിയർക്കോർ പോയിട്ടില്ല. ഏതുപോലെ ടി.പി. അബ്ദുള്ള കോയ മദനി, അദ്ദേഹം മടവൂരികൾ സംഘടനാ പ്രശ്ന കാലത്ത് മധ്യസ്ഥന്മാർക്ക് കൊടുത്ത പാനലിലെ മടവൂരികളുടെ വൈസ് പ്രസിഡന്റാണ്. 10 കൊല്ലം നമ്മളെ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മൂപ്പര് വരെ അന്ധവിശ്വാസം തിരിച്ചുകൊണ്ടുവരാൻ അനുവദിക്കൂല. മടവൂരികൾ അതേ സ്വരം. ഈ കോക്കസ് ഈ പുതിയ തൗഹീദുമായി ഇറങ്ങി, ഈ ശിർക്കാരോപണവുമായി ഇറങ്ങിയിട്ട് ഈ പുതിയ തൗഹീദ് പ്രചരിപ്പിക്കാൻ അവർ കൂട്ടുപിടിച്ചത് പക്ക ഹദീസ് നിഷേധികളെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ ഇടവണ്ണ നടന്ന മുഖാമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ കണ്ണേറിനെ പറ്റി ഹദീസുണ്ടല്ലോ, കണ്ണേറ് ബാധിച്ചത് ആരുടെ കണ്ണേറാണ് ബാധിച്ചതെന്നറിഞ്ഞാൽ അവരുടെ ശരീരഭാഗങ്ങൾ കഴുകിയ വെള്ളം ഈ കണ്ണ് ബാധിച്ചവന്റെ ദേഹത്ത് ഒഴിക്കണമെന്ന് പറയുന്ന ഒരു കുളിചികിത്സയെ പറ്റി ഹദീസിലുണ്ടല്ലോ, അങ്ങനെ ഹദീസിലുണ്ടോ? അത് വിശ്വസിക്കാൻ പറ്റുമോ? അത് അന്ധവിശ്വാസമാണോ? അത് തള്ളിക്കളഞ്ഞ ഹദീസ് നിഷേധിയാവോ എന്നൊക്കെ ചോദിച്ചു. അനസ് മൗലവി പറയാണ്, നിങ്ങളെ ചോദ്യത്തിന്റെ ഉന്നം നമുക്ക് പിടികിട്ടി, അതിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ? ഇവിടെ ഇരിക്കുന്ന ഹദീസ് നിഷേധികളും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കാനല്ലേ? അതാ മൂപ്പർക്ക് പൊരുൾ പിടികിട്ടിയാർന്നത്. എന്നിട്ട് മൂപ്പര് മറുപടി പറഞ്ഞില്ല, ഈ ചോദ്യം പ്രസക്തമല്ല. എന്ത് പ്രസക്തമല്ല? അവിടെ വിഷയം അവതരിപ്പിച്ച അനീഫ് കായക്കൊടി, ഒന്നാമത്തെ വിഷയം ജിന്നിനോടുള്ള സഹായതട്ടം, രണ്ടാമത്തേത് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞു തന്നെ വിഷയം അവതരിപ്പിച്ചതാ. അപ്പൊ കണ്ണേറിനുള്ള റുഖിയയെ പറ്റി ചോദിച്ചതാ. അപ്പം പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ എത്രയോ കേസറ്റുകളിലൂടെ മടവൂരികളുടെ ഹദീസ് നിഷേധത്തിന് സംസാരിച്ച അനസ് മുസ്ലിയാർക്ക് ഇപ്പൊ നാവടം കേൾക്കാൻ വയ്യ, ഹദീസ് നിഷേധികൾക്കെതിരെ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണ് സുഹൃത്തുക്കളെ.
മാത്രമല്ല ഇവരെ കൂടെ നടക്കുന്നവർ അംഗീകരിക്കോ? ഇതിപ്പോ ജിന്ന് പിശാച് റുഖ്യ ശറയ്യ എന്ന KJUവിന്റെ പുസ്തകം. ഈ പുസ്തകം അനസ് മുസ്ലിയാരും അനീഫ് കായക്കൊടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയെന്നാണ് എനിക്കെതിരുള്ള കുറ്റപത്രത്തിൽ പറയുന്നത്. കണ്ടോ, അവരാണ് വലിയ KJയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരാ എന്നുള്ള നിലക്ക് അവരെ നേതൃത്വത്തിൽ തയ്യാറാക്കി. AP അങ്ങനെ പോയിരുന്നിട്ട് അനീഫ് ഇഞ്ഞെന്താ ചേർക്കേണ്ടത്, അനസ് ഇഞ്ഞെന്താ ചേർക്കേണ്ടത്, നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഈ പുസ്തകം, ഈ കുതന്ത്ര പുസ്തകത്തിൽ പോലും സുഹൃത്തുക്കളെ ഇതിൽ പറഞ്ഞത് ഇവർ അംഗീകരിക്കോ? ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ജിന്നുബാധയുണ്ടാകും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ തെളിവ് കൊടുക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിലെ 175-ാമത്തെ ആയത്ത്, الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. കണ്ടോ, പിശാച് ബാധയേറ്റ് മറിച്ചു വീഴുന്നവൻ, പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. KJയുടെ പേരിൽ ഇറക്കിയ കുതന്ത്ര പുസ്തകം പേജ് 31. മനുഷ്യനെ പിശാച് ബാധിക്കുമെന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം തൊബരി, ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ മുതലായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നമുക്ക് കാണാം. അപ്പൊ പിശാച് ബാധ ഉണ്ട് എന്നാണ് അതിന്റെ അടി പറയാ. ഈ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുജാഹിദുകൾ നിലപാട് സ്വീകരിക്കുകയും അത് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ ഇവരാരെങ്കിലും അംഗീകരിക്കോ? ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നു. ഇവരെ കൂടെയുള്ള പലർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ശരീരത്തിൽ പ്രവേശിക്കും, ശാരീരികമായ പ്രയാസങ്ങൾ വരുത്തുന്നു. ജമിയത്തുൽ ഉലമക്ക് അനസും അനീഫയും കൊടുത്ത പ്രബന്ധത്തിലും ഈ ആയത്തെടുത്തു കൊടുത്തു. എന്നിട്ട് ഖുർത്തുബിയുടെ ഉദ്ധരണി എടുത്തു കൊടുത്തു. ഇതിന് സ്വറഇനെ പിശാച് മറിച്ചു വീഴ്ത്തുമെന്നതിനെ നിഷേധിക്കുന്ന ആളുകളുടെ നിലപാട് തെറ്റാണ് എന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്. മാത്രല്ല അത് പ്രകൃതിപരമായ ഒരു കാര്യമാണ്. ശൈത്താൻ മനുഷ്യരിൽ പ്രവേശിക്കുകയില്ല, ബാധയുണ്ടാവുകയില്ല എന്ന് പറയുന്നവരുടെ നിലപാട് തെറ്റാണെന്ന് ഈ ആയത്തറിയിക്കുന്നു എന്ന ഖുർത്തുബിയുടെ ഉദ്ധരണി എടുത്തു കൊടുത്തു. രണ്ടാമത് അവർ കൊടുത്ത തെളിവെന്താ? ഇന്ന ശൈത്താന യബ്ലുഗു മിനൽ ഇൻസാനി മബ്ലഗ, പിശാച് രക്തം എത്തുന്നിടത്തൊക്കെ എത്തും എന്ന്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് ഗവർണറായി അയച്ച ഉസ്മാൻ ബിൻ അബ്ദില്ലാഹ് എന്ന സ്വഹാബിക്ക് പിശാച് ബാധിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നത്. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ചില ആളുകള് ഇങ്ങനെ പിശാച് ബാധയെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ സ്വാലിഹായ ഒരു മുഅ്മിനാണെങ്കിൽ പോലും പിശാച് ബാധിക്കുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇതെല്ലാം അനീഫന്റെയും അനസിന്റെയും പ്രബന്ധത്തിൽ, ജമിയത്തിനടുത്ത പ്രബന്ധത്തിലുണ്ട്. പക്ഷെ ഇന്ന് അവർക്കത് പറയാൻ കഴിയോ? അവരെ കൂടെയുള്ളവർക്ക് ഈ പുസ്തകത്തിലുള്ളതുപോലെ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ പക്കാ ഹദീസ് നിഷേധികളാണ്. സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രവാചക ചര്യകളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ശരിയായ അഖലാനി ചിന്താഗതിയിലേക്ക് പോയ ആളുകളാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വിശദീകരണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഈ ശിർക്കാരോപണം കൊണ്ടുവന്നത് ഈ ഹദീസ് നിഷേധ പ്രവണതയെ മൂടിവെക്കുവാനും പ്രസ്ഥാനത്തിന്റെ മേലെ തലങ്ങളിലൊക്കെ ഹദീസിനോടും അതുപോലെ അഹ്ലുസുന്നത്തിനോടും താല്പര്യമുള്ളവരെ തഴയാനും അതിനു പകരം അഖലാനികളെ പ്രൊമോട്ട് ചെയ്യാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴത്തെ വിശദീകരണം നോക്കിയാൽ തന്നെ കാണാം. അതിന് സഹകരിക്കുന്നവരും അതിന് പോസ്റ്റർ ഒട്ടിക്കുന്നവരും അതിന് മുന്നിൽ നിൽക്കുന്നവരൊക്കെ ആരാ? ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാത്ത ഹദീസുകളെ പുച്ഛിക്കുന്ന മടവൂരികളോട് സോഫ്റ്റ് കോർണർ സ്വീകരിക്കുന്ന ആളുകളാണ്. അതാണിപ്പോ വരാൻ പോകുന്നത്. രണ്ടും കൂടി ഒന്നാകാനുള്ള അണിയറ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. രണ്ടു കൂട്ടരും പറഞ്ഞാണ്, മടവൂരികൾ പ്രസംഗിച്ചാലും സക്കരിയ സലാഹിയെ പുറത്താക്കണം. ഇപ്പൊ നമ്മളെ ജിന്നൂരികൾ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന നവമടവൂരികൾ പ്രസംഗിച്ചാലും സക്കരിയ സലാഹിയെ പുറത്താക്കും. രണ്ടു കൂട്ടരെയും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അത് നടന്നു. പക്ഷെ ഇവരെന്താ വിചാരിച്ചെന്നറിയോ? സക്കരിയ സലാഹിനെ പുറത്താക്കിയാൽ പിന്നെ എല്ലാവരും നേരെ മടവൂരിക്ക് ചെല്ലും. അല്ല, മടവൂരികൾ നേരെ KNMലേക്ക് വന്നു. പുറത്താക്കി കുറച്ചു ദിവസം കഴിയുമ്പോൾ മടവൂരികളുടെ പ്രസ്താവന, രണ്ടാളെ പുറത്താക്കിയാൽ തീരുന്നതല്ല പ്രശ്നം. ഇത്രയും കാലം സംഘടനാ സംവിധാനം ഉപയോഗിച്ച് സിഹിറും കൂടോത്രവും പ്രചരിപ്പിക്കാൻ കൂട്ടുന്ന നേതൃത്വം മാപ്പർഹിക്കുന്നില്ല. അവിടെ എത്തി. അപ്പോ യോജിക്കണമെന്ന് ഒരു കൂട്ടർക്കുണ്ട്. പക്ഷെ അതിലുണ്ട് മൂവർ സംഘം. അബ്ദുസ്സലാം സുല്ലമിയും കരിമ്പുലാക്കലും അലി മദനിയും. ഇവിടെ ഒരു മൂവർ സംഘം ഉള്ളതുപോലെ. അപ്പൊ ആ മൂവർ സംഘം യോജിപ്പിനെതിരായതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തട്ടിത്തടഞ്ഞു പോവുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വാസ്തവത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് വാദിക്കുന്ന, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്ന, ഭൗതികമോ കഴിവിൽപ്പെട്ടതോ എന്തെങ്കിലും ചോദിക്കാമെന്ന് വാദിക്കുന്ന ഒരാൾ പോലുമില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഉണ്ടെന്ന് വാദിച്ചു രംഗത്ത് വന്ന മടവൂരികൾക്ക് നമ്മൾ ചുട്ട മറുപടി കൊടുത്തതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടന്ന പരിപാടിയിൽ അനസ് മുസ്ലിയാരെ മടവൂരികളെ വെല്ലുവിളിക്കുന്നത് കേട്ടോളൂ.
ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചുകൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ല ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായി അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് വരണം, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചു തരാം. വളരെ വ്യക്തമല്ലേ? 2009 പറഞ്ഞതാ. 6 കൊല്ലമായിട്ട് സക്കരിയ സലാഹി ശിർക്കിലാണെന്നാണ് ഇപ്പൊ അവർ പറയണത്. അപ്പൊ എന്റെ എത്ര ക്ലിപ്പ് കാണും? എത്രയോ പ്രസംഗങ്ങൾ നടത്തുന്ന ആളാ ഞാന്, ഖുതുബയും. അപ്പൊ ഒരു തെളിവെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുന്ന 1000 കുതിരശക്തിയോടെ വെല്ലുവിളിക്കാണ്. ആത്മാർത്ഥമായിട്ടാണ് എന്റെ സുഹൃത്ത് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയുന്നത് കാപട്യമല്ലേ? ഇനി നോക്കി, 2011 അബ്ദുറഹ്മാൻ സലഫി തന്നെ 2011 ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോക്കസിന്റെ ആ കേന്ദ്രത്തിൽ വെച്ച് ഒരു മുഖാമുഖം നടത്തി, ഈ 3 സംഘം. അതിൽ അബ്ദുറഹ്മാൻ സലഫി പറയുന്നത് കേട്ടോളൂ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. അപ്പോ ഒരാളും ഇല്ല. 2011 ഫെബ്രുവരിയിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരോ സഹായം ചോദിക്കുന്നവരോ ഇല്ല. കണ്ടോ? ഇനി നമ്മുടെ അനസ് മുസ്ലിയാര് 2011 നവംബറിൽ ബഹ്റൈനിൽ പോയി. ബഹ്റൈനിൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി. അപ്പൊ ഈ AP സുന്നിക്കാരൻ റഷീദ് കല്ലേരി എന്നൊരു AP സുന്നിക്കാരൻ ഇങ്ങനെ സക്കരിയ സലാഹിക്ക് ജിന്നിനോട് സഹായം ചോദിക്കാമെന്നുണ്ടല്ലോ, വാദമുണ്ടല്ലോ. അനസ്മോലി പറഞ്ഞു അങ്ങനെ വാദമില്ല, ആദ്യം പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അപ്പൊ മുസ്ലിയാർ പറഞ്ഞു, അല്ല ചോദിക്കാത്ത AP സുന്നിക്കാരൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ശരി സഹായം ചോദിക്കാം. അങ്ങനെയും വാദമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. അപ്പൊ അയാൾ പറഞ്ഞു എന്റെ കയ്യിൽ ഇവിടെ ഭക്തന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് മടവൂരികളോട് അദ്ദേഹം ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പച്ച കളവ് അയാൾ പറയാ. അപ്പൊ അനസ് മുസ്ലിയാർ അയാളെ വെല്ലുവിളിച്ചു, നിങ്ങൾ പറഞ്ഞാ പോരാ, തെളിവ് കൊണ്ടുപോകാൻ. പിന്നെന്താ തെളിവ് അയാൾ പറയുന്നത് അറിയോ? AP അബ്ദുൽ ഖാദർ മൗലവി ഒരാൾ ഫോൺ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ സക്കരിയ സലാഹി ഞങ്ങളെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചിട്ട് ജിന്നിനെ വിളിച്ച് സഹായം തേടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ AP പറയാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇനി പ്രസംഗിക്കാൻ വിളിക്കണ്ട, ആ ക്ലിപ്പ് വരെ എനിക്ക് കേൾപ്പിക്കാൻ കഴിയും. ക്ലിപ്പ് വരെ തന്നെ വേറെന്തൊക്കെ ഉണ്ടെന്ന് തോന്നും. വാസ്തവത്തിൽ എന്താ കായംകുളത്തുനിന്നൊരു മടവൂരി വിളിച്ചതാ. എന്ത് സാർ ഇന്നലെ സക്കരിയ സലാഹി ഇവിടെ വന്നിട്ട് പിന്നെ അല്ലാത്ത ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും ജർമ്മനിയിൽ നിന്ന് മരുന്നെടുത്തുകൊണ്ട് വരുന്ന കാര്യവും മറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ അബ്ദുറഹ്മാൻ സലഫിന്റെ ജിദ്ദാസീഡി കണ്ട് റാഹത്തിൽ ഇരിക്കായിരുന്നു. ഇയാൾ വന്നിട്ട് വീണ്ടും ഇത് കൊളാക്കി. അവൻ അങ്ങനെ പറഞ്ഞോ? അവൻ പറയില്ല എന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞു സർ എന്നാണ്. പ്രായമുള്ള ആളുകളല്ലേ, പറഞ്ഞങ്ങ് ഫലിപ്പിച്ചിട്ട് ഇനിയിപ്പോ എന്താ സർ ചെയ്യുക, ഇയാൾക്ക് നടപടി എടുത്തോളൂ സർ, ഇയാൾക്കോട് ബുദ്ധിമുട്ടായല്ലോ. എന്താപ്പം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെന്നാ ഞാനെ വിളിക്കണ്ട. ഇത് പിറ്റേന്ന് നെറ്റിലിട്ട് മടവൂരികൾ APയെ പരിഹസിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിച്ചുകൊണ്ട് അതങ്ങനെ നടക്കുമ്പോഴാണ് ഈ 2011 KNM ഇലക്ഷൻ വന്നപ്പോ നവമടവൂരികൾ അത് നോട്ടീസാക്കി. എന്നിട്ട് CD ടവറിലുള്ള അഡ്രസ്സിൽ ഓരോരുത്തർക്കും ഈ നോട്ടീസ് ഇങ്ങനെ വരിക, ഇസ്ലാഹി വിചാരവേദി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ? അപ്പൊ അത് സംബന്ധമായാണ് ഈ AP സുന്നിക്കാരൻ ചോദിക്കുന്നത്. AP സുന്നിക്കാരൻ പറയുന്നത് പച്ച കളവാണ്.
അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പക്ഷെ അനസ് മുസ്ലിയാർ പറയാണ് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് താ. പറയുന്ന കേട്ടോളൂ. ബഹുമാന്യനായ സക്കരിയ സലാഹി പറയുന്നത് ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും എന്നാണ്. അപ്പൊ ഈ ശിർക്ക് ചെയ്യുന്ന ഒരു സക്കരിയ സലാഹി സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദും ശിർക്കും എന്നുള്ള ഒരു ബാനറിൽ നമ്മൾ സംസാരിക്കുന്നതിൽ എത്രമാത്രം ഉചിതമുണ്ട് എന്നുള്ളതാണ് എന്റെ അടുത്ത ഒരു ചോദ്യം. ചില സന്ദർഭത്തില് ചിലത് അള്ളാഹ് പറയിക്കല. നിങ്ങൾ ഒരു കളവാണ് പറഞ്ഞത്, സക്കരിയ സലാഹി അങ്ങനെ പറഞ്ഞു. സക്കരിയ സലാഹി ഇവിടെ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു താങ്കൾക്ക് അങ്ങനെ വാദമുണ്ടോ. അങ്ങനെ വാദമുണ്ട് എന്നാ സക്കരിയ സലാഹി പറയണമെങ്കിൽ ഈ മൈക്ക് സക്കരിയ സലാഹിയുടെ നേരെയായിരിക്കും തിരിച്ചു വെക്കുക. ഇനി അങ്ങനൊരു വാദം ആര് പറഞ്ഞാലും അവരുടെ നേരെ മൈക്ക് തിരിച്ചു വെക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ച സുഹൃത്തിന്, ആ സുഹൃത്തിനോട് ഞങ്ങൾക്ക് വളരെ മാന്യമായി പറയാനുള്ളത്, സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. സക്കരിയ സലാഹിയുടെ പേരിൽ താങ്കൾ പറഞ്ഞതിന് തെളിവ് തരൂ. അങ്ങനെ സക്കരിയ സലാഹിക്ക് വാദമുണ്ട്, ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്നാണ്. അതിനുള്ള തെളിവ് അദ്ദേഹം ഉന്നയിക്കട്ടെ. മറ്റൊരു കളവ് കൂടി, ഞാൻ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് സക്കരിയ സലാഹി പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞോ? ആയിക്കോട്ടെ. ജിന്നിനോട് സഹായം തേടാം എന്ന വാദമുള്ള ആളാണ് സക്കരിയ സലാഹി. സലാഹി ഒരുപാട് പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല സഹായം ചോദിക്കുന്നത് പൊട്ടന്മാരെ, അത് തൗഹീദിന് പുറത്തല്ല എന്ന് മടവൂരികളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്ന പ്രസംഗം ഒരുപാട് വീണയിലുണ്ട്. വേണ്ടെങ്കിൽ ഇവിടെ വിൽക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കും. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ തെളിവ് വായിക്കാം. പുസ്തകത്തിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തേക്ക് ചാടിയ പോലെ. സക്കരിയ സലാഹി അത് പറഞ്ഞു എന്ന്. സക്കരിയ സലാഹി പറഞ്ഞു, ഹാത്തു ബുർഹാനക്കും തെളിവ് താന്നാ ചോദിച്ചത്. സക്കരിയ സലാഹി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ പ്രസംഗം പോയിട്ട് പ്രസംഗിച്ചിട്ട് അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തെ പ്രസംഗത്തിന് ഇനി വിളിക്കരുത് എന്ന് പോലും പറഞ്ഞത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അത് വെറുതെ സദസ്സിൽ വെറുതെ ഒരു മോശമായ രീതിയിൽ നിങ്ങൾ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഞാനിതുവരെ കേൾപ്പിക്കാൻ തയ്യാറാകാത്തത് എന്നും ഞാൻ പറയുകയാണ്. സക്കരിയ സലാഹി പറഞ്ഞു എന്നുള്ളതിനാ തെളിവ് വേണ്ടത്. സക്കരിയ സലാഹി പ്രസംഗിച്ചിട്ട് അവനെ പ്രസംഗിക്കാൻ ക്ഷണിക്കരുത് എന്ന് അബ്ദുൽ ഖാദർ മൗലവി, അതായത് നിങ്ങളുടെ സെക്രട്ടറി ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലും കേൾപ്പിക്കാൻ എനിക്ക് കഴിയും എന്നാണ് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞോ ഇല്ലയോ എന്നല്ല, സക്കരിയ സലാഹി പ്രസംഗിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും, വിഷമിക്കണ്ട. ഇനി അതല്ല, അതെച്ചാല് നമ്മുടെ സാധാരണ ചില ആളുകളുടെ മുഖാമത്തിൽ ഒരു എര കിട്ടിയാൽ അവിടെ കൊളുത്തി വലിക്കല. അതറിയാത്തോണ്ടല്ല നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ അദ്ദേഹത്തെ വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു അദ്ദേഹം വേറൊരു ട്രെയിനിങ്ങിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇതിപ്പോ വാല് പൊക്കുമ്പോൾ അറിയാം ഇതെന്തിനായി പോണത് എന്നുള്ള വിവരം നമുക്കറിയാം. അപ്പോ നാട് നീളെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയിട്ടോ അല്ലാതെയോ ആണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന് സക്കരിയ സലാഹി ജിന്നൊന്നുമല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ ഞങ്ങളതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്. മറ്റെല്ലാം പച്ചക്കളവുകളാണ്.
സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 കൊടുത്തിൽ ഈ 5 മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം. നിങ്ങള് പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. സക്കരിയ സലാഹിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ വാദം തെറ്റാണ് എന്ന് ഞാൻ തെളിയിച്ചു തന്നു. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമില്ല എന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേൾപ്പിച്ചു തന്നു. എന്റെ സഹോദരൻ അനസ് അബ്ദുറഹ്മാൻ സലഫിയുടെ വണ്ടിയിൽ കയറുന്നതിന് മുമ്പുള്ള ക്ലിപ്പാത്. സത്യസന്ധമായി അദ്ദേഹം കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓരോ വാക്കും അദ്ദേഹത്തിന് തന്നെ മറുപടിയാ. നിങ്ങൾക്ക് ജിന്നും സീറും എന്നല്ല വിഷയം, അത് നമുക്കറിയാം. നിങ്ങൾ എവിടേക്കാണ് നിങ്ങൾ യഥാർത്ഥ വിഷയത്തെ നമ്മൾ കൊണ്ടുവരും. അതാ ഇപ്പൊ നമുക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്. സക്കരിയ സലാഹി ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ആർക്കാ പ്രശ്നം? അദ്ദേഹം വാദം ഉണ്ടെന്ന് വരുത്തി തീർക്കേണ്ടത്. അതൊക്കെ വന്ന് അദ്ദേഹത്തിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം അത് കൊണ്ടുവന്ന ആള് മൂപ്പരിന്റെ കേരളത്തിൽ ക്ലിപ്പിട്ട് പ്രസംഗിക്കുക. ഞാൻ അദ്ദേഹത്തോട് ലോക്യത്തിനുള്ള സമയത്ത് പറഞ്ഞു ഇതിന്റെ എല്ലാ ഖൈറും ഷെറും നിങ്ങൾക്കായിരിക്കും കേട്ടോ. കാരണം കേരളത്തിന് മുജാഹിദുകൾക്കിടയിൽ ക്ലിപ്പ് കൊണ്ടുവന്ന് നിങ്ങളാണ്. അപ്പോ വ്യക്തമായി ഇതിപ്പോ 2011 നവംബറിൽ നടന്ന കാര്യ. ഒരു 9 മാസം മുമ്പ് നിങ്ങൾ നോക്കൂ. ഇങ്ങനെ പറഞ്ഞ ഒരാള് ഇപ്പൊ പറയാണ് സക്കരിയ സലാഹിക്ക് പണ്ടേ ആ വാദമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളും PN-മായി ഇരുന്ന ഒരു സന്ദർഭത്തിൽ ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ പറഞ്ഞതാണ്. ഞാൻ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ തെളിവുണ്ടോ? എന്നാ അത് കഴിഞ്ഞിട്ട് എത്ര മാസം ഇപ്പൊ തെളിവുണ്ടെന്നോ? അന്ന് ഒപ്പിട്ടത് കൊണ്ട് അത് വിശ്വസിച്ച് പറഞ്ഞതാണ്. ഇപ്പൊ ആ ഒപ്പ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. ആ ഒപ്പിട്ടതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതിൽ യാതൊരു വ്യത്യാസമല്ല. പക്ഷെ അത് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാന തെറ്റ്. അത് ചർച്ച ചെയ്യാതെ നമ്മൾ എഴുതിയൊരു കാര്യമാണ്. റുഖിയ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് രാവിലെ 9 മണി മുതൽ മഗ്രിബാവോളം ചർച്ച ചെയ്ത് തീരുമാനം ഓരോന്ന് എഴുതി പോന്ന് പിരിയാൻ നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ സലഫി ജിന്നിനോട് സായം ചോദിക്കുന്നോട് എഴുതിക്കാളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ അനീഫ് കായക്കോടി നേരത്തെ പ്ലാൻഡ് ആണല്ലോ 3 സംഘം ആയിക്കോട്ടെ വേഗം എഴുതി ജിന്നിനോട് സായം ചോദിച്ചോ. ഞാൻ ഇതെന്താ ഇങ്ങനെ എഴുത്ത്? ഇതുവരെ ചർച്ച ചെയ്തിട്ടാണല്ലോ എഴുതിയത്. അല്ലെ ഇതിൽ നിങ്ങൾക്ക് ആർക്കോ തർക്കമുണ്ടോ? ഇത് നമുക്ക് തർക്കമില്ലാത്ത വിഷയം. ഇതും കൂടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാൻ പോവാണ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഷമീർ മദീനി പറഞ്ഞു ആ തർക്കമില്ലാത്തതിനായിക്കോട്ടെ ഒപ്പ്. നമുക്ക് തർക്കമില്ലാത്തൊരു സംഗതി ഉണ്ടല്ലോ. എന്ത്? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് തൗഹീദ് വിരുദ്ധവും ശിർക്കുമാണ് അല്ലേ? ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, ഭീമാ ബീവിയെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ കാക്കണേ എന്ന തരത്തിൽ ഇസ്തിഗാസ നടത്തിയാൽ സഹായം ചോദിച്ചാൽ അത് ശിർക്കാണല്ലോ. അതിലെന്താ പ്രശ്നം? ഓ ആയിക്കോട്ടെ, അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അതിനൊരു മാറ്റമല്ല. അതാണത്രേ മൂപ്പര് ബഹ്റൈനിൽ വെച്ച് എന്നെ ന്യായീകരിക്കാൻ പ്രേരിപ്പിച്ചത്. മൂപ്പര് തന്നെ ഇവിടുന്ന് പറഞ്ഞത് കേട്ടോളൂ. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു, ജിന്നുകളോട് സഹായം ചെയ്യണമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് മടവൂരികൾ പറഞ്ഞപ്പോ കുബൂരികൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു അത് പറഞ്ഞിട്ടില്ല. ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല, സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. മാത്രം സക്കരിയ സലാഹി ന്യായീകരിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അദ്ദേഹം എഴുതി ഒപ്പിട്ടെന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ജിന്നിനോട് സഹായം തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണെന്ന് എഴുതി ഒപ്പിട്ടെന്ന് ചർച്ചയിൽ നിന്ന് എഴുതി. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു, ജിന്നുകളോട് സഹായം ചെയ്യണമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് മടവൂരികൾ പറഞ്ഞപ്പോ കുബൂരികൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞു അത് പറഞ്ഞിട്ടില്ല. ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല, സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. മാത്രം സക്കരിയ സലാഹി ന്യായീകരിക്കാൻ വേറെ കാരണങ്ങളുണ്ട്. അദ്ദേഹം എഴുതി ഒപ്പിട്ടെന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അഥവാ ജിന്നിനോട് സഹായം തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണെന്ന് എഴുതി ഒപ്പിട്ടെന്ന് ചർച്ചയിൽ നിന്ന് എഴുതി ഒപ്പിടുന്ന ഞങ്ങളുണ്ട്. ഞങ്ങളത് വിശ്വസിച്ചു. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞത് വിശ്വസിച്ചു. അദ്ദേഹത്തിന് വേണ്ടി നാക്കിട്ടടിച്ചു. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഇപ്പൊ പറയാണ് അന്നെന്റെ മനസ്സില്ലാതെ ഒപ്പിട്ടെന്നാണ്. എന്താ ചെയ്യാ? അപ്പൊ അദ്ദേഹത്തെ വിശ്വസിച്ചു, സ്വാഭാവികമായി വിശദീകരിച്ചു. അദ്ദേഹമില്ല, എന്റെ മനസ്സിലില്ലാതെ ഒപ്പിട്ടതാന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വഞ്ചിതരായി എന്ന് മനസ്സിലാക്കുക. ജബ്ബാർ മൗലവി പറയാത്തത് ജബ്ബാർ മൗലവിയുടെ പേരിൽ പറഞ്ഞപ്പോ ജബ്ബാർ മൗലവി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ജബ്ബാർ മൗലവി അനുകൂലിച്ചെന്നല്ല, നേരെ മറിച്ച് അയാളെ കണ്ണത്തടിച്ചാൽ ഉപദേശിച്ചതുപോലെ അദ്ദേഹത്തോട് നിങ്ങൾ തിരുത്തണം. അദ്ദേഹം തിരുത്താൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് അദ്ദേഹം എഴുതി തിരുത്താൻ കഴിയില്ല. എന്നിട്ടും നാളെ ഒരാള് ഈ തൗഹീദിൽ വന്ന ഒരാൾ തെറ്റിദ്ധരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു വിശദീകരണം എഴുതി കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. ഇനി ഞങ്ങൾ മനുഷ്യരാണ്, എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിക്കാനല്ലാതെ വേറെ നിവൃത്തിയുമില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ച അനസോടെന്ന് പറഞ്ഞതാ. ആ യോഗത്തില് വലിയ നേതാക്കന്മാർ രണ്ടാളും ഒരു ജിന്നോട് സഹായം ചോദിക്കുന്നു. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വഇദാ സഅലക ഇബാദി ഓതിയിട്ട് പ്രസംഗിക്കുക.
ഇവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് വരുത്തി തീർത്താണ് അഹമ്മദ് അലി മദനിയും ടിപിയും പ്രസംഗിച്ചത്. പക്ഷേ കൊണ്ടുവന്ന വിശദീകരണ വിദഗ്ധന്മാർ രണ്ടാളും പറഞ്ഞു എന്ത്, അങ്ങനെ പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ സക്കരിയ സലാഹിക്ക് വാദമില്ല. എനിക്ക് മറുപടി അറിയാൻ സംഘടന മുഴുവൻ എല്ലാ ശക്തിയും എല്ലാ സംവിധാനവും ഉപയോഗിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവര് ഗതികേട്. മാത്രല്ല നമ്മുടെ ഈ പരിപാടി വിശദീകരണത്തെ മുടക്കാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നറിയോ? പോസ്റ്റർ കീറുക. ഇവിടെ പോസ്റ്റർ കീറിയണമെന്നറിയില്ല, പല സ്ഥലത്തും പോസ്റ്റർ കീറിയിട്ടുണ്ട്. ചില സ്ഥലത്ത് പോസ്റ്റർ മീതെ വേറെ പോസ്റ്റർ കൊണ്ടുവെക്കുന്നുണ്ട്. പെർമിഷൻ മുടക്കാൻ നോക്കുക. പുളിക്കൽ നമ്മൾ പ്രസംഗിച്ചപ്പോ 10 മണിക്ക് നിർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോണ്. അപ്പൊ ഈ കോക്കസ് അവിടെ രാത്രി 1:30 മണി വരെ പ്രസംഗിച്ചതാ, ഖുറാഫികളെ പാതിരാവായതുപോലെ. അതേ ആളുകൾ നമ്മളെ പ്രസംഗം മുടക്കാൻ ശ്രമിച്ചു. പിന്നെ നാദാപുരത്ത് വിശദീകരണം വെച്ചപ്പോ 8 മണി വരെ പെർമിഷൻ തരാൻ കഴിയുള്ളൂ. എന്താ സർ, ഞങ്ങൾക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ട്. എന്താ സമ്മർദ്ദം? ആരാ സമ്മർദ്ദം? അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പരിപാടിക്ക് പോയ ആളുകളെ ഫോട്ടോ എടുക്കുക. കണ്ണൂർ എങ്ങനെയായിരുന്നു? നമ്മുടെ വിശദീകരണത്തിന്, മുജാഹിദുകളുടെ വിശദീകരണം കേൾക്കാൻ വന്ന ആളുകളെ അവിടുത്തെ പിന്തിരിപ്പൻ ജില്ലാ കമ്മിറ്റി ഒരു ക്യാമറാമാനെ വിട്ടു. കണ്ണൂരുള്ള സ്ഥലം അങ്ങനെ ഫോട്ടോ എടുക്കുക. അപ്പൊ ആളുകൾ മുമ്പിൽ പോയി എടുക്കടാ ഫോട്ടോ, അടുത്ത ആള് വാ എടുക്കടാ ഫോട്ടോ. അപ്പൊ വഷളായി. ഒരു മേഖല KNM ഒരു മണ്ഡലം സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, എന്നാടോ ഫോട്ടോ എടുത്താ തൂക്കാൻ വിധിക്കോടാ എന്ന് ചോദിച്ചു.